ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ ബേസിക് സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ആസിഡ്സ് ആൻഡ് ബേസസ് എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. ഇതിൽ ആസിഡ്സിനെ കുറിച്ചും ബേസുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. മലയാളം മീഡിയംകാർക്ക് ആവശ്യമുള്ള ഇതിന്റെ മലയാളം വേർഷൻ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവര് നമ്മുടെ ചാനൽ ഒന്ന് എടുത്ത് നോക്കിയാൽ മതിയെ. 7ാം ക്ലാസ്സിന്റെ മുഴുവൻ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കുക. അതുപോലെ ബേസിക് സയൻസിന്റെ ക്ലാസ്സുകൾ മാത്രം മതിയെങ്കിൽ STD7 ബേസിക് സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കുക. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു ക്ലാസ് മുറിയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ക്ലാസ് റൂമിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? ഒരു ടീച്ചർ ഉണ്ട്, അതുപോലെ ഒരു കുട്ടി ടീച്ചറിന്റെ അടുത്ത് നിന്നിട്ട് എന്തോ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. മറ്റു കുട്ടികൾ അത് ശ്രദ്ധയോട് കൂടിയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇനി ആ കുട്ടി അന്നേ ദിവസം എഴുതിയ ഒരു ഡയറി നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അത് വായിച്ചു നോക്കൂ. 3/7/24 Wednesday. Our science teacher usually comes to the class with some science experiments that kindle the curiosity of the children. Today the teacher had brought 2 transparent glass tumblers. One of them contained a pink liquid. The second tumbler was empty. The teacher placed both the tumblers on the table. She asked me to pour the pink liquid from the first tumbler to the empty glass tumbler. I did the same. And then something amazing happened. The pink liquid that was poured into the second tumbler turned yellow. We were thrilled by this magic. എന്താ എഴുതിയിട്ടുള്ളത്? ഞങ്ങളുടെ സയൻസ് ടീച്ചർ എല്ലാ ദിവസവും ക്ലാസ്സിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സയൻസ് എക്സ്പെരിമെന്റുമായിട്ടാണ് വരിക. അത് കുട്ടികളിലുള്ള ആകാംക്ഷ ഉണർത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും സയൻസ് എക്സ്പെരിമെന്റ് ചെയ്തു നോക്കാനായിട്ടാണ് വരാറ്. ഇന്ന് ടീച്ചർ 2 ഗ്ലാസ് ടംബ്ലർ, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, അതായത് പുറത്തേക്ക് കാണുന്ന തരത്തിലുള്ള 2 ഗ്ലാസ് ടംബ്ലർ കൊണ്ടുവന്നിരുന്നു. അതിൽ ഒരെണ്ണത്തിൽ ടീച്ചർ ഒരു പിങ്ക് ലിക്വിഡും ഉണ്ട്, പിന്നെ മറ്റൊരെണ്ണം എംറ്റി ആയിരുന്നു. ഈ പിങ്ക് ലിക്വിഡ് എന്നോട് എംറ്റി ഗ്ലാസ് ടംബ്ലറിലേക്ക് ഒഴിക്കാനായിട്ട് പറഞ്ഞു. ഞാൻ അത് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ, പോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതെന്തായി? ഈ പിങ്ക് ലിക്വിഡ് യെല്ലോ ആയിട്ട് മാറി. അതായത് എംറ്റി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചപ്പോൾ ആ പിങ്ക് ഉള്ളത് യെല്ലോ ആയിട്ട് മാറി. എല്ലാവരും വളരെയധികം ഈ എക്സ്പെരിമെന്റ് കണ്ടപ്പോൾ ത്രില്ലടിച്ചു നിന്നു. അപ്പൊ അങ്ങനെ ഒരു ഡയറി കുറിപ്പാണ് കുട്ടി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്തോ ഈ ഒരു എക്സ്പെരിമെന്റിൽ എന്തോ ഒരു മാജിക് നടന്നിട്ടുണ്ട് അല്ലെ? ആ മാജിക്കിനെ കുറിച്ച് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. ഹാവിന്റ് യു റെഡ് ജിനൂസ് ഡയറി എൻട്രി? വാട്ട് കുഡ് ബി ദ സീക്രട്ട് ബിഹൈൻഡ് ദ എക്സ്പെരിമെന്റ് കണ്ടക്ടഡ് ബൈ ദ ടീച്ചർ ഇൻ ജിനൂസ് ക്ലാസ്? വി നീഡ് സം മെറ്റീരിയൽസ് ഫോർ ഫൈൻഡിങ് ഇറ്റ്. ലെറ്റ്സ് ഗെറ്റ് ദം ഫ്രം ദ സയൻസ് കിറ്റ്. അപ്പൊ ഇവിടെ നടന്ന ഈ മാജിക്, ഈ എക്സ്പെരിമെന്റിൽ നടന്ന മാജിക്കിന് എന്താ സംഭവിച്ചത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സയൻസ് കിറ്റിലേക്ക് കുറച്ച് സംഭവങ്ങൾ വേണം. അപ്പൊ എന്താണ് മക്കളെ സയൻസ് കിറ്റ്? നമ്മൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് ഫെർദർ എക്സ്പെരിമെന്റ്സ് ചെയ്ത് നോക്കാനായിട്ട് വേണ്ട ഒരു സാധനമാണ് സയൻസ് കിറ്റ്. അപ്പൊ നമുക്ക് നോക്കാം എന്താ സയൻസ് കിറ്റ് എന്ന്. യു ക്യാൻ കളക്ട് മെനി മെറ്റീരിയൽസ് ദാറ്റ് ആർ റിക്വയർഡ് ടു കണ്ടക്ട് സയൻസ് എക്സ്പെരിമെന്റ്സ് ഫ്രം യുവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ്. Science kit is a collection of such materials. Materials to be kept in the science kit to conduct the experiments in this unit are transparent glass tumblers, pink colored water obtained by water boiled with padimugam, vinegar, turmeric water, lemon juice, salt, ash, lime, baking soda, and buttermilk. You can expand your kit by adding more materials required to conduct experiments in each unit. നമ്മളുടെ സറൗണ്ടിങ്സിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള സാമഗ്രികളെ, ഈ ഒബ്ജക്ട്സിനെയാണ് നമ്മൾ സയൻസ് കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളൊക്കെ സയൻസ് കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ നമുക്ക് വേണ്ടത് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഗ്ലാസ് ടംബ്ലേഴ്സും പിങ്ക് കളർ വാട്ടർ കിട്ടാനായിട്ട് പതിമുഖം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ പതിമുഖം കലക്കി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഉണ്ടാവും, പിങ്ക് കളറാവും. അപ്പൊ അതും പിന്നെ വിനാഗിരി അതും, പിന്നെ മഞ്ഞളും, പിന്നെ വാട്ടറും, ലെമൺ ജ്യൂസും, പിന്നെ സോൾട്ട്, ഉപ്പും, ആഷ്, ചാരം, ലൈമ്, പിന്നെ ബേക്കിംഗ് സോഡ, പിന്നെ ബട്ടർ മിൽക്ക്, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇനി ഓരോ ചാപ്റ്റർ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴും ആ ചാപ്റ്റേഴ്സിൽ എന്തൊക്കെയാണോ എക്സ്പെരിമെന്റ് വേണ്ടത് അത് നമുക്ക് അപ്പപ്പായിട്ട് സയൻസ് കിറ്റിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ആ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ടേക്ക് ഔട്ട് ദ ഗ്ലാസ് ടംബ്ലേഴ്സ് ഫ്രം യുവർ സയൻസ് കിറ്റ് ആൻഡ് അറേഞ്ച് ദം ഓൺ ദ ഡെസ്ക്. Add 2 or 3 drops of vinegar, turmeric water, lemon juice, salt solution, ash suspension, and baking soda solution into separate tumblers. Pour half a glass of padimugam water into each tumbler. Does the water in any of the tumblers turn yellow? What is your observation? Record it in your science diary. നമുക്ക് വേണ്ടത് കുറച്ച് ഗ്ലാസ് ടംബ്ലേഴ്സ് എടുക്കുക. എന്നിട്ട് ഇത് നിങ്ങൾ ഡെസ്കിൽ വെക്കുക. ഡെസ്കിൽ വെച്ചിട്ട് അതിലേക്കൊക്കെ 1-2 സ്പൂണ് ഡ്രോപ്പ്, ഒന്നിലേക്ക് വിനെഗർ, പിന്നെ ഒന്നിലേക്ക് പുളിവെള്ളം,
പിന്നെ ഒന്നിലേക്ക് ലെമൺ ജ്യൂസ്, പിന്നെ ഒന്നിലേക്ക് സോൾട്ട് സൊല്യൂഷൻ, ഉപ്പ് കലക്കിയ വെള്ളം, പിന്നെ നമ്മൾ ചാരം വെണ്ണീറുണ്ടല്ലോ, ആ ചാരം കലക്കി അതിന്റെ സസ്പെൻഷൻ അത് ഒഴിക്കുക, ആ വെള്ളം, പിന്നെ ബേക്കിംഗ് സോഡയുടെ സൊല്യൂഷൻ, ഇതൊക്കെ ഒഴിക്കുക. എന്നിട്ട് വേറൊരു ടംബ്ലറിൽ നിങ്ങൾ പതിമുഖം സൊല്യൂഷൻ എടുക്കുക. ഈ പതിമുഖം സൊല്യൂഷൻ പിങ്ക് കളർ ആയിരിക്കുമല്ലോ. ഈ പതിമുഖം സൊല്യൂഷൻ നമ്മൾ എടുത്ത ഈ ഓരോ ഗ്ലാസ് ടംബ്ലറിലേക്ക് ഓരോന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ സമയത്ത് ഈ പിങ്ക് കളറുള്ള പതിമുഖം സൊല്യൂഷന് യെല്ലോ കളറായിട്ട് ചില ഗ്ലാസ് ടംബ്ലേഴ്സിൽ മാറുന്നതായിട്ട് നമുക്ക് കാണാം. Now you know that what the pink liquid mentioned in Junu's diary is. അപ്പോ ഏതൊക്കെതിലായിരിക്കും നമുക്ക് കാണാൻ എന്ന് നമുക്ക് വരുന്ന രീതിക്ക് നോക്കാം. അപ്പൊ ജിനുവിന്റെ ഡയറിയിൽ മെൻഷൻ ചെയ്ത ലിക്വിഡ് യെല്ലോ ആയത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവാനായിട്ട് സാധിക്കും. ഇൻ ദ എക്സ്പെരിമെന്റ് മെൻഷൻഡ് ഇൻ ജിനൂസ് ഡയറി, the teacher must have added something to the second tumbler. Which among the following did the teacher add to turn the pink liquid into yellow? Put a tick mark on the appropriate boxes based on the experiment you have done. അപ്പൊ ജിനുവിന്റെ ടീച്ചർ ആ പിങ്ക് സൊല്യൂഷന് യെല്ലോ ആവാന് സെക്കൻഡ് ഗ്ലാസ് ടംബ്ലറിലെ എന്ത് ലിക്വിഡാണ് ആഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് കിട്ടിയതിൽ യെല്ലോ ആവുന്ന ലിക്വിഡ്സ് ഏതൊക്കെയാണ്? ആഷ് സസ്പെൻഷൻ ആവില്ല, ലെമൺ ജ്യൂസ് ആവും, പിന്നെ വിനെഗർ ആവും, പിന്നെ അതുപോലെ ടേമറിൻ വാട്ടർ പുളിവെള്ളവും ആവും. അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരു പുളി രുചിയുള്ള വസ്തുക്കളാണ് അല്ലെ. ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒന്നായിരിക്കും ടീച്ചർ സെക്കൻഡ് ടംബ്ലറിൽ എടുത്തിട്ടുണ്ടായിരിക്കുക. Do the substances that turned പതിമുഖം water into yellow have anything common in their taste? ഇങ്ങനെ യെല്ലോ ആയിട്ട് മാറിയ ഈ സസ്പെൻഷൻ ഒക്കെ എന്തെങ്കിലും കോമൺ ആയിട്ട് അതിന്റെ ടേസ്റ്റിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? യെസ്, ഉണ്ട് അല്ലെ. അവക്കെല്ലാം പുളിരുചിയാണ് ഉള്ളത്. ദേ ഓൾ സോർ അല്ലെ, അവർക്ക് എല്ലാവർക്കും എന്താണ്? സോർ ടേസ്റ്റ് ആണ് ഉള്ളത്. ദേ ഓൾ ഹാവ് എ സോർ ടേസ്റ്റ്. ദ സോർ ടേസ്റ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സം ആസിഡ്സ് ഇൻ ദം. Let's do some more experiments to know the properties of acids. അപ്പൊ ഇതിന് പുളിരുചി ഉണ്ടാവാൻ കാരണം ഈ വസ്തുക്കളിലൊക്കെ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലെ ആസിഡ്സിനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരു എക്സ്പെരിമെന്റ് കൂടെ ചെയ്യാം. എങ്ങനെയാണ്? പ്ലേസ് എവറി വൺസ് ഗ്ലാസ് ടംബ്ലേഴ്സ് ഓൺ ദ ഡെസ്ക്. ഫിൽ ഹാഫ് പോർഷൻ ഓഫ് ഈച്ച് ഗ്ലാസ് വിത്ത് എ ഡിഫറെന്റ് ലിക്വിഡ് ഫ്രം ദ ലിസ്റ്റ് ഗിവൺ ബിലോ. എല്ലാവരും ഓരോ ഗ്ലാസ് ടംബ്ലർ ഡെസ്കിൽ വെക്കുക. ഓരോരുത്തരുടെ ഗ്ലാസ് ടംബ്ലറിലും താഴെ നൽകിയിരിക്കുന്ന കുറച്ച് സൊല്യൂഷൻസ് ഉണ്ട്, അത് പകുതിയായിട്ട് ഒഴിക്കുക. ചിലർക്ക് സോപ്പ് വാട്ടർ ഒഴിക്കാം, അല്ലെങ്കിൽ ലെമൺ ജ്യൂസ്, ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, അതായത് ബേക്കിംഗ് സോഡ കലക്കിയിട്ട് അതിന്റെ ക്ലിയർ ആയിട്ടുള്ള മുകളിലുള്ള തെളിഞ്ഞ വെള്ളം ഉണ്ടല്ലോ അത്, ദെൻ ക്ലിയർ ലൈം വാട്ടർ, വിനെഗർ, ബട്ടർ മിൽക്ക്, ടേമറിൻ വാട്ടർ, ക്ലിയർ ആഷ് സസ്പെൻഷൻ, അതായത് ചാരം കലക്കിയിട്ട് അതിന്റെ തെളിഞ്ഞ ചാരവെള്ളം, അതും ഒഴിക്കുക. ഇനി എക്സ്പെരിമെന്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് എന്താണ് ലിറ്റ്മസ് പേപ്പർ എന്നവിടെ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം. ലിറ്റ്മസ് ഈസ് എ ഡൈ മെയ്ഡ് ഫ്രം ദ എക്സ്ട്രാക്ട് ഓഫ് ലൈക്കൺസ് വിച്ച് ഗ്രോ ഓൺ ട്രീസ്, റോക്സ് എക്സെട്ര. ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ നേച്ചർ ഓഫ് സബ്സ്റ്റൻസസ് ബൈ ചേഞ്ചിങ് ദെയർ കളർ. ദ എക്സ്ട്രാക്ട് ഓഫ് ലൈക്കൺസ് ഈസ് അപ്ലൈഡ് ഓൺ പേപ്പർ ടു മേക്ക് ലിറ്റ്മസ് പേപ്പർ ആൻഡ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ടു മേക്ക് എ ലിറ്റ്മസ് സൊല്യൂഷൻ. ലിറ്റ്മസ് പേപ്പേഴ്സ് ആൻഡ് ലിറ്റ്മസ് സൊല്യൂഷൻസ് ഓഫ് ബ്ലൂ ആൻഡ് റെഡ് കളേഴ്സ് ആർ അവൈലബിൾ ഇൻ സ്കൂൾ ലബോറട്ടറീസ്. അപ്പോൾ നമ്മളുടെ റോക്സിലും പാറകളിലും അതുപോലെ ട്രീസിലൊക്കെ വളരുന്ന പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു ചെറിയ പ്ലാന്റ്സ് ആണ് ലൈക്കൺസ് എന്ന് പറയുന്നത്. ഈ ലൈക്കൺസിൽ നിന്ന് ഉണ്ടാക്കുന്ന കളർ കൊണ്ടാണ് ലിറ്റ്മസ്, അതിന്റെ കളറാണ് നമ്മൾ ലിറ്റ്മസ് എന്ന് പറയുന്നത്. അതുകൊണ്ടുണ്ടാക്കുന്ന അതിന്റെ കളർ സൊല്യൂഷൻ കൊണ്ടുണ്ടാക്കുന്ന പേപ്പേഴ്സ് ആണ് ലിറ്റ്മസ് പേപ്പേഴ്സ്. അപ്പൊ ലിറ്റ്മസ് പേപ്പേഴ്സ് ബ്ലൂ കളറിലും റെഡ് കളറിലും ഒക്കെ ലിറ്റ്മസ് പേപ്പേഴ്സ് ലബോറട്ടറികളിൽ നമുക്ക് കിട്ടും. ഇതെന്തിനാണ്? ആസിഡ്സിനെയും ബേസിനെയും തിരിച്ചറിയാനായിട്ടാണ് ഇത് ലിറ്റ്മസ് പേപ്പർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് എക്സ്പെരിമെന്റ് എന്ന് നോക്കാം. ടേക്ക് ബ്ലൂ ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പേഴ്സ് ഫ്രം ദ സ്കൂൾ ലബോറട്ടറി. ഡിപ് ബ്ലൂ ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പേഴ്സ് ഇൻ ദീസ് ലിക്വിഡ്സ്. ടാബുലേറ്റ് യുവർ ഒബ്സർവേഷൻസ് ഇൻ ദ സയൻസ് ഡയറി. ലാബിൽ നിന്ന് ബ്ലൂവും റെഡും ലിറ്റ്മസ് പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത ഗ്ലാസ് ടംബ്ലറിൽ എടുത്ത ഓരോ ലിക്വിഡിലും ഈ ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കുക. എന്നിട്ട് അപ്പോൾ ഉണ്ടാവുന്ന ഈ ലിറ്റ്മസ് പേപ്പറിന്റെ കളറിന് വരുന്ന ചേഞ്ച് എന്താണോ അത് എഴുതുക. ഫസ്റ്റ് നോക്കൂ, നമുക്കിവിടെ ഓരോ ലിക്വിഡും പിന്നെ അതിന്റെ കളർ ചേഞ്ചസും, അതായത് ബ്ലൂ ലിറ്റ്മസ് കളർ ചേഞ്ച് ആവുന്നുണ്ടോ, റെഡ് ലിറ്റ്മസ് കളർ ചേഞ്ച് ആവുന്നുണ്ടോ, അതാണ് ടേബിളിൽ തന്നിരിക്കുന്നത്. ആദ്യത്തേത് വിനെഗർ ആണ്. വിനെഗർ നമ്മൾ ബ്ലൂ ലിറ്റ്മസിൽ മുക്കുമ്പോൾ അത് റെഡ് ആയിട്ട് മാറും. റെഡ് ലിറ്റ്മസ് മുക്കുമ്പോൾ അത് റെഡ് തന്നെ, ചേഞ്ച് ഒന്നുമില്ല. അടുത്തത് ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസ് നമ്മൾ ബ്ലൂ ലിറ്റ്മസ് മുക്കുകയാണെങ്കിൽ അത് റെഡ് ആവും. റെഡ് ലിറ്റ്മസിൽ മുക്കുമ്പോൾ കളർ ചേഞ്ച് ഒന്നുമില്ല, റെഡ് തന്നെയാണ്. ഇനി ക്ലിയർ ലൈം വാട്ടർ, അത് നമ്മൾ ബ്ലൂ ലിറ്റ്മസ് കൊണ്ട് മുക്കുമ്പോൾ അത് ബ്ലൂ തന്നെയാണ്, കളർ ചേഞ്ച് ഒന്നുമില്ല. റെഡ് ലിറ്റ്മസിൽ മുക്കുമ്പോൾ, റെഡ് ലിറ്റ്മസ് കൊണ്ട് മുക്കുമ്പോൾ അത് റെഡ് ബ്ലൂ ആയിട്ട് മാറും.
അടുത്തത് സോപ്പ് വാട്ടർ ആണ്. അത് ബ്ലൂ ലിറ്റ്മസ് കൊണ്ട് മുക്കുന്ന സമയത്ത് അത് ബ്ലൂ തന്നെയാണ്, കളർ ചേഞ്ച് ഇല്ല. റെഡ് ലിറ്റ്മസ് ആണ് മുക്കുന്നതെങ്കിൽ റെഡ് ലിറ്റ്മസ് പേപ്പർ എന്താവുന്നു, ബ്ലൂ ആയിട്ട് മാറുന്നു. അടുത്തത് ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ആണ്. അത് ബ്ലൂ ലിറ്റ്മസിലും കൊണ്ട് മുക്കുന്ന സമയത്ത് അത് ബ്ലൂ തന്നെയാണ്, കളർ ചേഞ്ച് ഇല്ല. റെഡ് ലിറ്റ്മസ് ആണ് മുക്കുന്നതെങ്കിൽ അതെന്താവുന്നു, റെഡ് ബ്ലൂ ആയിട്ട് മാറുന്നു. അപ്പോൾ ചില ഒബ്ജക്ട്സ് റെഡ് കളർ ചേഞ്ച് ആവുന്നുണ്ട്, ചിലത് ബ്ലൂ കളർ ചേഞ്ച് ആവുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വിച്ച് ലിക്വിഡ്സ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ്? ബ്ലൂ ലിറ്റ്മസ് റെഡ് ആയിട്ട് മാറിയ സൊല്യൂഷൻസ് ഏതൊക്കെയാണ്, ലിക്വിഡ്സ് ഏതൊക്കെയാണ്? ലെമൺ ജ്യൂസ്, വിനെഗർ, പിന്നെ കേർഡ്, അതുപോലെ ടെർമറിൻ വാട്ടർ, ഇതെല്ലാം ആവും. വിച്ച് ലിക്വിഡ്സ് ടേൺഡ് റെഡ് ലിറ്റ്മസ് ഇൻ ടു ബ്ലൂ? ഇനി റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയിട്ട് മാറിയ ലിക്വിഡ്സ് ഏതൊക്കെയാണ്? ലൈം വാട്ടർ, ദെൻ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, സോപ്പ് വാട്ടർ, ആഷ് സൊല്യൂഷൻ, ഇതൊക്കെയാണ്. അപ്പൊ ഈ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള സബ്സ്റ്റൻസസ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ആ സബ്സ്റ്റൻസസ് ആണ് ആസിഡ്സും ബേസസും. ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ്. സബ്സ്റ്റൻസസ് ദാറ്റ് ടേൺ റെഡ് ലിറ്റ്മസ് ഇൻ ടു ബ്ലൂ ആർ ബേസസ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്ന സബ്സ്റ്റൻസുകളാണ് ആസിഡുകൾ. റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്ന സബ്സ്റ്റൻസസ് ആണ് ബേസുകൾ, ബേസസ്. ക്ലാസിഫൈ ദ ലിക്വിഡ്സ് യു ഹാവ് എക്സ്പെരിമെന്റഡ് ഇൻ ടു ആസിഡ്സ് ആൻഡ് ബേസസ്. റെക്കോർഡ് ഇറ്റ് ഇൻ ദ സയൻസ് ഡയറി. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തതിൽ ആസിഡ്സും ബേസസും ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തതിൽ ആസിഡ്സ്, വിനെഗർ, അതുപോലെ ലെമൺ ജ്യൂസ്, ദെൻ കേർഡ്, ടെർമറിൻ വാട്ടർ തുടങ്ങിയവയ്ക്കാണ് കേട്ടോ. പിന്നെ ബേസസ് വരുന്നത് ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, ആഷ് സൊല്യൂഷൻ, അതുപോലെ സോപ്പ് വാട്ടർ തുടങ്ങിയവയ്ക്കാണ്. അപ്പൊ പുളിയുള്ള വസ്തുക്കൾ അതൊക്കെ ആസിഡ്സ് ആയിരിക്കും, അല്ലാത്തതൊക്കെ കാരരുചിയുള്ളതൊക്കെ ബേസസ് ആയിരിക്കും കേട്ടോ. Alternative for litmus. Rub a red hibiscus flower thoroughly on both sides of a white paper. What is the color of the paper now? This paper can be dried and cut into strips. It can be used instead of blue litmus paper. Dip this paper in acidic liquid. ഇനി നമുക്ക് ലിറ്റ്മസിന് പകരമായിട്ട് നാച്ചുറലി ആയിട്ടുള്ള ഒരു ലിറ്റ്മസ് ഉണ്ടാക്കാം. അതായത് നമ്മുടെ ചുവന്ന ചെമ്പരത്തി പൂവുണ്ടല്ലോ, അതെടുത്ത് ഒരു വൈറ്റ് പേപ്പറിൽ നന്നായിട്ട് ഉരുതുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ബ്ലൂയിഷ്, പേർപ്പിളിനോട് അടുത്ത് വരുന്ന ഒരു ബ്ലൂയിഷ് കളർ നമുക്ക് കിട്ടും. ആ പേപ്പർ ആ കളറായിട്ട് മാറും. എന്നിട്ട് ഈ പേപ്പർ നമ്മൾ ഡ്രൈ ചെയ്യുക, ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന്റെ പകരം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ഈ പേപ്പർ നമ്മൾ ഒരു ആസിഡ് സൊല്യൂഷനിൽ, വിനാഗിരിയിലോ പുളിവെള്ളത്തിലോ ഒക്കെ മുക്കുന്ന സമയത്ത് ആ ബ്ലൂ പേപ്പർ നമുക്ക് റെഡ് ആയിട്ട് മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. സോ നമുക്ക് ബ്ലൂ ലിറ്റ്മസിന് പകരം അല്ലെങ്കിൽ ആസിഡ് ഇൻഡിക്കേറ്ററിന് പകരമായിട്ട് ഹിബിസ്കസ് കൊണ്ടുള്ള ഈ ലിറ്റ്മസ് പേപ്പർ തയ്യാറാക്കാവുന്നതാണ് അല്ലെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. Didn't the color of the paper change? This paper that turned red can be used instead of red litmus paper. This paper can be tested on the liquids in the science kit. Record your observations in the science diary. ഇനി നമ്മളിപ്പോ ഈ റെഡ് ആക്കിയല്ലോ, അതായത് നമ്മൾ ഈ ഹിബിസ്കസ് ഒരച്ച് ബ്ലൂ ആക്കിയിട്ടുള്ള ഈ പേപ്പറിനെ നമ്മൾ എന്ത് ചെയ്തു, ലിക്വിഡിൽ ആസിഡ് സൊല്യൂഷനിൽ മുക്കുമ്പോൾ അത് റെഡ് ആയിട്ട് മാറും. ഈ റെഡിനെ നമ്മൾ വീണ്ടും ഡ്രൈ ചെയ്താൽ നമുക്കത് റെഡ് ലിറ്റ്മസിന് പകരം ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ഈ റെഡ് ലിറ്റ്മസ് ഒരു ബേസ് സൊല്യൂഷനിൽ മുക്കുന്ന സമയത്ത് അതെന്താവും, വീണ്ടും ബ്ലൂ ആയിട്ട് മാറും. ഓക്കെ. Indicators. Indicators are substances that help to identify acids and bases by changing their color. Litmus paper is an indicator. ആസിഡുകളെയും ബേസുകളെയും കളർ ചേഞ്ചസ് കൊണ്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്ന അത്തരത്തിലുള്ള വസ്തുക്കൾ, അങ്ങനെ സഹായിക്കുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കുക. ലിറ്റ്മസ് പേപ്പർ എന്താണ്, ഒരു ഇൻഡിക്കേറ്ററിന് എക്സാമ്പിൾ ആണ്. കാരണം ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ നാച്ചുറലി ഒക്കറിങ് ഇൻഡിക്കേറ്റേഴ്സിനെയാണ് നമ്മൾ ഹിബിസ്കസിന്റെ ലിറ്റ്മസ് ഒക്കെ നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇനി അതുപോലെ ലബോറട്ടറി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇൻ അഡീഷൻ ടു ദ ബ്ലൂ ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പേഴ്സ് ദാറ്റ് യു ആർ നൗ ഫെമിലിയർ വിത്ത്, 2 other indicators that are commonly used in laboratories are phenolphthalein and methyl orange. ലബോറട്ടറികളിൽ നമ്മൾ ആസിഡും ബേസും തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 2 ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഫിനോഫ്താലിനും മീഥൈൽ ഓറഞ്ചും. Observe the change in color when 2 or 3 drops of phenolphthalein are added to various acids and bases. Similarly, add 2 or 3 drops of methyl orange in acids and bases and observe the change. Tabulate the color change. ഇനി നമ്മൾ നേരത്തെ ലിറ്റ്മസ് പേപ്പർ കൊണ്ട് ചെയ്തതുപോലെ തന്നെ ഫിനോഫ്താലിനും മീഥൈൽ ഓറഞ്ചും ഉപയോഗിച്ചിട്ട് ഓരോ സൊല്യൂഷൻസിന്റെയും ആസിഡാണോ ബേസ്ഡാണോ എന്നുള്ള കളർ ചേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അത് ടാബുലേറ്റ് ചെയ്യുകയും വേണം.
അപ്പൊ നമുക്ക് ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, ലിക്വിഡ് ടെസ്റ്റ് നമ്മൾ നോക്കുന്ന ലിക്വിഡുകൾ, ടെസ്റ്റ് ചെയ്യുന്ന ലിക്വിഡുകൾ, പിന്നെ അതിൽ ഫിനോഫ്താലിൻ ഒഴിച്ചാൽ എങ്ങനെ, മീഥൈൽ ഓറഞ്ച് ഒഴിച്ചാൽ എങ്ങനെ എന്നാണ് നോക്കുന്നത്. ആദ്യം നമ്മൾ എടുക്കുന്ന ലിക്വിഡ് വിനെഗർ ആണ്. വിനെഗറിൽ നമ്മൾ ഫിനോഫ്താലിൻ ഒഴിക്കുകയാണെങ്കിൽ കളർ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. മീഥൈൽ ഓറഞ്ച് ഒഴിക്കുകയാണെങ്കിൽ എന്താണ്, ലൈറ്റ് പിങ്ക് ആയിട്ട് മാറും. ഇനി ക്ലിയർ ലൈം വാട്ടർ എടുക്കുക, അതിൽ ഫിനോഫ്താലിൻ ഒഴിക്കുമ്പോൾ അത് പിങ്ക് ആയിട്ട് മാറും. മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ ലൈറ്റ് യെല്ലോ ആയിരിക്കും. ലെമൺ ജ്യൂസിലേക്ക് ഫിനോഫ്താലിൻ ഒഴിക്കുമ്പോൾ നിറം എന്താണ്, കളർ ചേഞ്ച് ഇല്ല. മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ ലൈറ്റ് പിങ്ക് ആയിട്ട് മാറും. സോപ്പ് വാട്ടറിലേക്ക് ഫിനോഫ്താലിൻ ഒഴിക്കുകയാണെങ്കിൽ അത് പിങ്ക് ആയിരിക്കും. മീഥൈൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ ലൈറ്റ് യെല്ലോ ആയിരിക്കും. ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷനിലേക്ക് ഫിനോഫ്താലിൻ ഇട്ടിക്കുകയാണെങ്കിൽ അത് പിങ്ക് ആയി മാറും. മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ ലൈറ്റ് യെല്ലോ ആയിരിക്കും. താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. വിച്ച് സബ്സ്റ്റൻസസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ആസിഡ്സ്? അപ്പൊ ആസിഡിന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കൾ, സബ്സ്റ്റൻസസ് എന്തൊക്കെയാണ്? ഒന്നുകിൽ നമുക്ക് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മീഥൈൽ ഓറഞ്ച് ഉപയോഗിക്കാം. കണ്ടോ, വിനെഗറിൽ മീഥൈൽ ഓറഞ്ച് ഒഴിച്ചപ്പോഴല്ലേ നമുക്ക് കളർ ചേഞ്ച് വന്നത്. സോ മീഥൈൽ ഓറഞ്ച് ഉപയോഗിക്കാം. വിച്ച് സബ്സ്റ്റൻസസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ബേസസ്? ബേസിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? റെഡ് ലിറ്റ്മസ് പേപ്പറോ അല്ലെങ്കിൽ ഫിനോഫ്താലിനോ യൂസ് ചെയ്യാം. You have now realized that acids turn blue litmus into red and bases turn red litmus into blue. Do they have any other common properties? അപ്പൊ ആസിഡുകൾ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുമെന്നും ബേസുകൾ റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുമെന്നും നമ്മൾ പഠിച്ചു. ഇതിന് വേറെ എന്തെങ്കിലും കോമൺ പ്രോപ്പർട്ടീസ് ഉണ്ടോ? യെസ്, ഉണ്ട്. ഹൗ ഡു വിനെഗർ, ലെമൺ ജ്യൂസ്, ബട്ടർ മിൽക്ക് ആൻഡ് ടർമറിൻ ടേസ്റ്റ്? വിനെഗറും ലെമൺ ജ്യൂസും ബട്ടർ മിൽക്കും ടാമറിൻഡും ഒക്കെ ടേസ്റ്റിൽ എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടോ മക്കളെ? യെസ്, ഇതെല്ലാം സോറാണല്ലേ, സോർ ടേസ്റ്റ് ആണ്, പുളി രുചിയാണ് ഉള്ളത്. ഹാവ് യു എവർ ഹാപ്പൻ ടു ടേസ്റ്റ് സോപ്പ് വൈൽ ടേക്കിംഗ് ബാത്ത്? ഹൗ ഡസ് ഇറ്റ് ടേസ്റ്റ്? സോപ്പ് ആൻഡ് ബേക്കിംഗ് സോഡ ടേസ്റ്റ് ദ സെയിം. ദേ ഹാവ് ആൻ ആൽക്കലൈൻ ടേസ്റ്റ്. സോപ്പ് ഈസ് ബേസിക് ഇൻ നേച്ചർ. ഇനി നമ്മൾ കുളിക്കുന്ന സമയത്ത് അങ്ങനെ സോപ്പ് വായിലാവിയോ അല്ലെങ്കിൽ അതുപോലെ ബേക്കിംഗ് സോഡ ഒക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അതെന്ത് ടേസ്റ്റ് ആണുള്ളത് മക്കളെ? ഒരു കാര രുചിയാണല്ലേ. അതിനെ നമ്മൾ ആൽക്കലൈൻ ടേസ്റ്റ് എന്നാണ് പറയാ. അതായത് കാരരുചി എന്നുള്ളതിനെ ആൽക്കലൈൻ ടേസ്റ്റ് എന്നാണ് പറയാ. അതെന്തുകൊണ്ടാണ്? സോപ്പും ബേക്കിംഗ് സോഡയും ഒക്കെ ബേസിക് നേച്ചർ ആണ്, അല്ലെങ്കിൽ ബേസസ് ആണ്. സോ ബേസിന്റെ ടേസ്റ്റ് ആൽക്കലൈൻ ടേസ്റ്റ് ആയിരിക്കും, ആസിഡ്സിന്റെ ടേസ്റ്റ് സോർ ടേസ്റ്റ് ആയിരിക്കും, പുളിയായിരിക്കും. All acids have sour taste. All bases have alkaline taste. Dip your fingers in each liquids in the science kit and rub the fingers as shown in the picture. Which liquid feel slippery? List them. ഇനി നമ്മൾ നേരത്തെ നിങ്ങളുടെ സയൻസ് കിറ്റിലേക്ക് എടുക്കാൻ പറഞ്ഞ കുറച്ച് സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ഈ സൊല്യൂഷൻസിൽ ഓരോന്നിലും നിങ്ങളുടെ വിരൽ ഒന്ന് മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് നോക്കുക, ഉരച്ചു നോക്കുക. അപ്പോൾ അതിൽ ഏതെങ്കിലും സൊല്യൂഷൻസിന് സ്ലിപ്പറി ആയിട്ട് തോന്നുന്നുണ്ടോ? അതായത് വഴുവഴുപ്പുള്ളത് പോലെ തോന്നുന്നുണ്ടോ? യെസ്, ഉണ്ടല്ലേ. ചില സബ്സ്റ്റൻസസിനെ, ചില ലിക്വിഡ്സിനെയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ വഴുവഴുപ്പ് തോന്നുന്ന ചില ലിക്വിഡ്സ് ആണ് സോപ്പ് വാട്ടർ, ബേക്കിംഗ് സോഡ സൊല്യൂഷന്, പിന്നെ ആഷ് സൊല്യൂഷന് തുടങ്ങിയിട്ടുള്ളവയൊക്കെ. വിച്ച് കോമൺ പ്രോപ്പർട്ടി ഓഫ് ബേസസ് ഡിഡ് യു ഐഡന്റിഫൈ ഹിയർ? ഇവിടെ ബേസുകളുടെ എന്ത് കോമൺ പ്രോപ്പർട്ടിയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്? അവയ്ക്ക് ഒരു വഴുവഴുപ്പ് ഉണ്ടായിരിക്കും, സ്ലിപ്പറി ആയിരിക്കും. ദേ ആർ സ്ലിപ്പറി ഇൻ നേച്ചർ. ഓക്കെ, വഴുവഴുപ്പ് ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്കൊരു ഫെർദർ റീഡിങ്ങിനായിട്ട് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്താണെന്ന് അവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ബോത്ത് ആസിഡ് ആൻഡ് ബേസ്. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് മെനി ഇൻഡിക്കേറ്റേഴ്സ്. When a few drops are added to acids or bases, it gives different colors according to their nature and concentration. It can be determined by comparing with the color chart on the bottle. അപ്പൊ നമ്മൾ നേരത്തെ ആസിഡിനും ബേസിനും വേറെ വേറെ ലിക്വിഡ്സ് കൊണ്ട് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പഠിച്ചു അല്ലെ, ഡിറ്റക്ട് ചെയ്യാനായിട്ട് പഠിച്ചു. ഇതിന് പകരമായിട്ട് ഒരൊറ്റ ലിക്വിഡ്, ഒരൊറ്റ ഇൻഡിക്കേറ്റർ കൊണ്ട് നമുക്ക് ആസിഡിനെയും ബേസിനെയും ഒറ്റയടിക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്നറിയപ്പെടുന്നത്. ആസിഡിന്റെയും ബേസിന്റെയും നേച്ചറുള്ള വ്യത്യസ്ത മിശ്രിതങ്ങൾ ചേർത്ത് നിർമ്മിച്ച ഒരു ലിക്വിഡ് ആണ് ഇത്. അതിന് ഏതൊക്കെ കളർ ചേഞ്ച് ആണ്, അതായത് കളർ ചേഞ്ചിനനുസരിച്ച് ആ ബോട്ടിൽ നിങ്ങൾ കുറച്ച് കളേഴ്സ് കണ്ടോ, റെഡ്, യെല്ലോ ഒക്കെ കണ്ടോ, അത് ബേസ് ആണോ ആസിഡ് ആണോ ഒക്കെ എന്നുള്ള തിരിച്ചറിയുന്നതിനായിട്ടുള്ള കളേഴ്സ് ആണ്. എന്നിട്ട് നമ്മൾ ഡിപ്പ് ചെയ്യുന്ന സൊല്യൂഷൻ ഏതാണോ കളർ ചേഞ്ച് വരുന്നത്, അപ്പൊ അത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ഈ ബോട്ടിൽ നോക്കിയിട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. യു ഹാവ് നൗ ഐഡന്റിഫൈ ദ കോമൺ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ടാബുലേറ്റ് ദം. ഇപ്പൊ നമ്മൾ ആസിഡിന്റെയും ബേസിന്റെയും കുറച്ച് കോമൺ പ്രോപ്പർട്ടീസ് പഠിച്ചു, അതിനെ ലിസ്റ്റ് ചെയ്യണം. സോ നമുക്ക് അവിടെ ആസിഡ്സ് പിന്നെ ബേസസ് എന്നുള്ള ടേബിൾ തന്നിട്ടുണ്ട്. ആദ്യം ഓരോന്ന് അവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ്. ആസിഡ്സ് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കും. ബേസസ് ടേൺ റെഡ് ലിറ്റ്മസ് ഇൻ ടു ബ്ലൂ. റെഡിനെ ബ്ലൂ ആക്കി മാറ്റും. ഇനി ആസിഡ്സിന് സോർ ടേസ്റ്റ് ആയിരിക്കും, പുളി രുചി ആയിരിക്കും. ബേസസിന്
ആൽക്കലൈൻ ടേസ്റ്റ് ആയിരിക്കും, കാര രുചിയായിരിക്കും. പിന്നെ അതുപോലെ ബേസസിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് സ്ലിപ്പറി, വഴുവഴുപ്പുണ്ട് എന്നുള്ള ഒരു പ്രോപ്പർട്ടി. സബ്സ്റ്റൻസസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. ഇനി ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്ന ചില നാച്ചുറലി ഒക്കറിംഗ് സബ്സ്റ്റൻസസ് ഉണ്ട്, നോക്കാം. യു ഹാവ് ടെസ്റ്റഡ് ആൻഡ് ഫൗണ്ട് ഔട്ട് സം സബ്സ്റ്റൻസസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് സബ്സ്റ്റൻസസ് ക്യാൻ ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്? ലിസ്റ്റ് ദം. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റാൻ കഴിവുള്ള ഒബ്ജക്ട്സ് അല്ലെങ്കിൽ സബ്സ്റ്റൻസസ് ഏതൊക്കെയാണ്? പുളിയുള്ള സബ്സ്റ്റൻസസ് ആയിരിക്കും അല്ലെ. സോ താഴെ തന്നിരിക്കുന്നതിൽ പുളിയുള്ള സബ്സ്റ്റൻസസ് ഏതൊക്കെയാണ്? ഓറഞ്ച് ജ്യൂസ്, അതുപോലെ ബിലിംബി ജ്യൂസ്, അതായത് ഇരുമ്പൻ പുളി ഉണ്ടല്ലോ, ഇരുമ്പൻ പുളിയുടെ നീര്, പിന്നെ ഗ്രേപ്പ് ജ്യൂസ്, മുന്തിരി നീര്, ടൊമാറ്റോ ജ്യൂസ്, തക്കാളി നീര്, ഇതിനൊക്കെ പുളിരുചിയാണ്. സോ ഇതൊക്കെ ആസിഡിക് നേച്ചർ ആണ്, ആസിഡ് കണ്ടെയ്നിങ് സബ്സ്റ്റൻസസ് ആണ്. സോ അതിനൊക്കെ നമുക്ക് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റാൻ കഴിയും. ബിഹൈൻഡ് ദ നെയിം acidus is the Latin word for sour taste. The term acid is derived from this. sour taste, പുളി രുചി എന്ന അർത്ഥം വരുന്ന ഒരു ലാറ്റിൻ വേർഡാണ് ആസിഡസ്. സോ ഈ ആസിഡസ് എന്നുള്ള വേർഡിൽ നിന്നാണ് ആസിഡ് എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത്. അവിടെ നമുക്ക് താഴെ ഇൻ മൈ ഒപ്പീനിയൻ ലിക്വിഡ്സ് ദാറ്റ് ക്യാൻ ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്, ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റാൻ കഴിയുന്ന സബ്സ്റ്റൻസസ് ഏതൊക്കെയാണെന്ന് അവിടെ തന്നിട്ടുണ്ട്. അതിനുള്ള റീസണും അത് ആ ടേബിളിൽ എഴുതി കൊടുക്കുക. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഈ സബ്സ്റ്റൻസസ് ഒക്കെയാണ്. ബിക്കോസ് എന്തുകൊണ്ടാണ് കാരണം എന്താ നമ്മൾ പറഞ്ഞത്? ദേ ടേസ്റ്റ് സോർ അല്ലെ, അവയ്ക്കൊക്കെ പുളി രുചിയാണ് ഉള്ളത്. എക്സ്പെരിമെന്റ് ആൻഡ് ചെക്ക് വെദർ യുവർ അസംഷൻസ് ആർ റൈറ്റ്. ഇനി ഇതിലൊക്കെ നിങ്ങൾ ലിറ്റ്മസ് പേപ്പർ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ അസംഷൻസ് കറക്റ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുകയും വേണം. ആസിഡ്സ് ഇൻ ഫുഡ് ഐറ്റംസ്. അപ്പൊ ഇത് ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി മക്കളെ? ഫുഡ് ഐറ്റംസിൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ എന്തുണ്ട്? ആസിഡ്സ് ഉണ്ട്. അസിഡിക് നേച്ചർ ആയിട്ടുള്ള പല ഫുഡ് ഐറ്റംസും ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ലേ? All food items with sour taste have acids in them. Most foods contain more than one acid. Let's get familiar with some acids that are found in food items. ഒട്ടുമിക്ക ഫുഡ് ഐറ്റംസിലും പുളിരുചി ഉള്ളതാണെങ്കിൽ അതിൽ ആസിഡ്സ് ഉണ്ട്. ചില ഫ്രൂട്ട്സിൽ ഒന്നിലധികം ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഓരോ ഫുഡ് ഐറ്റംസിലും ഉള്ള ആസിഡിന്റെ പേര് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ കേർഡ്, അതിലൊക്കെ ലാക്റ്റിക് ആസിഡ് ആണ്. വിനെഗറിൽ അസറ്റിക് ആസിഡ് ആണ്. ലെമണിൽ സിട്രിക് ആസിഡ് ആണ്. ടേമറിന്റ്, പുളിയിൽ ടാർട്ടാറിക് ആസിഡ് ആണ്. ആപ്പിളിൽ മാലിക് ആസിഡ് ആണ്. ഗൂസ്ബെറി, നെല്ലിക്കയിൽ അസ്കോർബിക് ആസിഡ് ആണ്. ടൊമാറ്റോ, തക്കാളിയിൽ ഒക്സാലിക് ആസിഡ് ആണ്. ആസിഡിൽ ഗൂസ്ബെറി, നെല്ലിക്കയിലുള്ള ആസിഡിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, you have learned that gooseberries are rich in vitamin C. Vitamin C is ascorbic acid. The sour taste of gooseberry is due to the presence of ascorbic acid. അപ്പോൾ നെല്ലിക്കയിൽ ഒത്തിരി വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. വൈറ്റമിൻ സി എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ്. വൈറ്റമിൻ സി എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡ് ആണ്. അതുകൊണ്ട് തന്നെ നെല്ലിക്കയിൽ എന്താണ്? അസ്കോർബിക് ആസിഡിന്റെ പ്രസൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വെൻ മിൽക്ക് കേർഡിൽസ്. ഇനി പാല് തൈരാവുന്ന ഒരു പ്രോസസ്സ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ? കേർഡ് ഈസ് എ ഫുഡ് പ്രോഡക്റ്റ് മെയ്ഡ് ഫ്രം മിൽക്ക്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ സോർ ടേസ്റ്റ് ഓഫ് കേർഡ്? പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണ് കേർഡ് എന്ന് പറയുന്നത്, തൈര് എന്ന് പറയുന്നത്. തൈരിന് എന്താണ്? പുളിരുചിയാണുള്ളത്. പാലിന് പുളിരുചിയില്ലല്ലോ, പക്ഷെ തൈരിന് പുളിരുചിയാണുള്ളത്. അതിന്റെ റീസൺ എന്താണ്? യു നോ ദാറ്റ് സോർ ടേസ്റ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ആസിഡ്. പുളിരുചി എന്ന് പറഞ്ഞാൽ ആസിഡിന്റെ പ്രസൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഹൗ ഡസ് മിൽക്ക് turn acidic when it becomes curd? Don't we add a little curd to the milk, which is boiled and cooled in order to turn into curd? Curd contains a bacteria called lactobacillus. The lactic acid that is produced when these bacteria nourish themselves with milk ഗിവ്സ് കേർഡ് ഇറ്റ്സ് സോർ ടേസ്റ്റ്. അപ്പം നമ്മൾ പാല് തൈരാക്കുന്ന സമയത്തും അതിലേക്ക് ഒരിത്തിരി തൈര് ആദ്യം ഒഴിക്കും അല്ലേ? പിന്നെ അതിനെ നമ്മൾ ബോയിൽ ചെയ്ത് കൂൾ ചെയ്യുന്ന സമയത്തൊക്കെയാണ് അത് കേർഡായിട്ട് മാറുന്നത്. അപ്പോൾ ഈ കേർഡായിട്ട് മാറുമ്പോൾ അതിൽ ഒത്തിരി ബാക്ടീരിയാസ് ഉണ്ടാകും. ഈ ബാക്ടീരിയാസിനെ ലാക്ടോബാസിലസ് എന്നാണ് വിളിക്കുന്നത്. ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയകൾ ഇതിലുണ്ടാവും. ഇതിൻ്റെ പ്രവർത്തനം ഫലമാണ് പാല് തൈരാവുന്നത്. സോ ഇത് ലാക്ടോബാസിലസ് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡാണ് എന്ത്? ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത്. സോ ഈ ലാക്റ്റിക് ആസിഡിൻ്റെ പ്രസൻസ് കേർഡിലുള്ളത് കൊണ്ടാണ് കേർഡിന് പുളിരുചി വരുന്നതും അതൊരു ആസിഡായിട്ട് മാറുന്നതും. Acids and bases in laboratories. Acids in food items are weak, but many acids and bases commonly used in laboratories are strong. Let's get familiar with some acids and bases used in laboratories. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് ഐറ്റംസിലുള്ള ചില ആസിഡ്സിനൊക്കെ പരിചയപ്പെട്ടു അല്ലേ? ഈ ആസിഡ്സ് ഒക്കെ എന്താണ്? വളരെ വീക്ക് ആയിട്ടുള്ള ആസിഡ്സ് ആണ്. അത് നമുക്ക് ശരീരത്തിൽ എത്തിയെന്നുള്ളത് കൊണ്ട് ഒരു കേടില്ല
അല്ലേ? പക്ഷേ ലബോറട്ടറികളിലുള്ള ആസിഡ് വളരെ സ്ട്രോങ് ആണ്. അത് നമ്മുടെ ശരീരത്തിലൊന്ന് വീണ് കഴിഞ്ഞാലൊക്കെ എന്താണ് ആസിഡേറ്റ് പൊള്ളലേറ്റു എന്നൊക്കെ കേൾക്കാറില്ലേ? ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടാവും. അപ്പോൾ ലബോറട്ടറിയിലുള്ള ആസിഡ്സിനെ ഇനി നമുക്ക് പരിചയപ്പെടാം. ആദ്യം ആസിഡ്സ് ആണ്. ആസിഡ്സ് നോക്കൂ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ് തുടങ്ങിയവയൊക്കെയാണ് ബേസസ്. ലബോറട്ടറിയിൽ കിട്ടുന്ന ബേസസ് ആണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അഥവാ ലൈം, സോഡിയം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് സോഡ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അതായത് കാസ്റ്റിക് പൊട്ടാഷ് തുടങ്ങിയിട്ടുള്ളവ. ഇനി താഴെ ഒരു പത്ര കട്ടിങ് തന്നിട്ടുണ്ട്, നോക്കൂ. ആസിഡ് സ്പിൽ കോസസ് ഐ ഇഞ്ചുറി. ആനക്കയം. എ റബ്ബർ ടാപ്പിംഗ് വർക്കർ സഫേർഡ് സിവിയർ ഐ ഇഞ്ചുറി ഡ്യൂ ടു ആസിഡ് സ്പിൽ. The accident occurred when he was trying to open a tin containing formic acid used for thickening latex. അപ്പോൾ ആസിഡ് കണ്ണിൽ വീണ് കണ്ണിന് പൊള്ളലേറ്റ് ഗുരുതരമായ പരിക്ക് പറ്റി എന്നുള്ളൊരു വാർത്തയാണ് തന്നിട്ടുള്ളത്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിക്ക് അതിൽ നിന്ന് ഫോമിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ടിന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നുള്ളൊരു തുള്ളി തെറിച്ചു വീണിട്ട് കണ്ണിന് ഇഞ്ചേർഡ് ആയി എന്നുള്ളൊരു ന്യൂസ് റിപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. Have you read the above news? Many chemical substances are dangerous, yet we have to use them for various industrial and experimental purposes. What precautions should we take to avoid accidents while handling chemicals? ഒരുപാട് ആസിഡ്സ്, കെമിക്കൽ സബ്സ്റ്റൻസസ് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നവയാണ് അല്ലേ? അപ്പോൾ പക്ഷേ നമ്മളുടെ നിത്യോപയോഗത്തിലുള്ള പല കാര്യങ്ങളിലും, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള വർക്ക്സ് ആയിക്കോട്ടെ, വേറെ പല മേഖലകളായിക്കോട്ടെ, അവിടെയൊക്കെ നമുക്ക് ഈ വസ്തുക്കൾ, ഈ ആസിഡ്സ് അടങ്ങിയ വസ്തുക്കളൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആസിഡ്സുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കെമിക്കൽ സബ്സ്റ്റൻസസുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് താഴെ തന്നിട്ടുള്ളത്. നോക്കൂ. അവോയ്ഡ് സ്പില്ലിംഗ് ഓൺ ബോഡി പാർട്സ്. ശരീരത്തിലേക്ക് വീഴുന്നത് അവോയ്ഡ് ചെയ്യുക. ഡോണ്ട് ടച്ച് വിത്ത് ഹാൻഡ്സ്. കൈ കൊണ്ട് തൊടരുത്. ഡോണ്ട് സ്മെൽ. മണത്ത് നോക്കരുത്. ഡോണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കരുത്. യൂസ് എ ഡ്രോപ്പർ വൈൽ ടേക്കിംഗ് ഔട്ട് ആസിഡ് ഫ്രം എ ബോട്ടിൽ. ആസിഡ്സ് ബോട്ടിലിൽ നിന്ന് എടുക്കുമ്പോൾ അതിൽ നിന്ന് എടുക്കുന്ന ഡ്രോപ്പറുകൾ ഉപയോഗിക്കുക. ഡയറക്റ്റ് കൈകൊണ്ട് തൊടാതെ ഡ്രോപ്പറുകൾ, തുള്ളിയായിട്ട് കിട്ടുന്ന രീതിക്കുള്ള ഡ്രോപ്പറുകൾ ഉപയോഗിക്കുക. യൂസ് എ ഹോൾഡർ വൈൽ യൂസിങ് എ ടെസ്റ്റ് ട്യൂബ് ഉപയോഗിക്കുന്ന സമയത്ത് ടെസ്റ്റ് ട്യൂബ് പിടിക്കുന്ന ഒരു ഹോൾഡർ ഉപയോഗിക്കുക. ഇഫ് ആസിഡ് സ്പിൽസ്. ഇനി ആസിഡുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ആയാൽ എന്താ സംഭവിക്കുക? Strong acids can absorb water and liberate heat. They can cause burn if they got spilled on the body. Pouring cold water on the affected area for a long time is the first aid for this. If the burn is severe, the person should be taken to hospital. ആസിഡുകൾ നമ്മുടെ ശരീരത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ അവയ്ക്ക് നമ്മുടെ ശരീരത്തിലുള്ള വാട്ടർ വലിച്ചെടുത്ത് ഹീറ്റ് പുറത്തു വിടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ളൊരു എബിലിറ്റി ഉണ്ട്, കഴിവുണ്ട്. അതുകൊണ്ടാണ് ആസിഡ്സ് നമ്മുടെ ശരീരത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ നമുക്ക് പൊള്ളലേൽക്കുന്നത്. ഇങ്ങനെ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ പൊള്ളലേറ്റ ഭാഗത്ത് ഒരുപാട് തവണ തണുത്ത വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കഴുകുക എന്നുള്ളതാണ് അതിന് കൊടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ്. പക്ഷെ പൊള്ളൽ വളരെ സിവിയർ ആണെങ്കിൽ, വളരെ അധികം ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കണം. There is formic acid in the body of ants. When ants bite, this acid enters our body. This reacts with human body and this is why ant bite causes pain. ഉറുമ്പുകളുടെ ശരീരത്തിൽ ഒരു ആസിഡ് ഉണ്ട്. ആസിഡിൻ്റെ പേരാണെന്ത്? ഫോമിക് ആസിഡ്. ഈ ഫോമിക് ആസിഡ് ഉറുമ്പുകൾ നമ്മളെ കടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും നമ്മുടെ ശരീരത്തിലുള്ള മറ്റു വസ്തുക്കളുമായി ചേർന്നിട്ട് ഇത് പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാവും? നമുക്ക് വേദനയും ചൊറിയും ഒക്കെ ഉണ്ടാവും, ഇച്ചിങ് ഒക്കെ ഉണ്ടാവും. സോ ഉറുമ്പുകൾ അടിക്കുമ്പോൾ വേദനിക്കുന്നതിന് കാരണം അതാണ്, അവരുടെ ശരീരത്തിലുള്ള ഫോമിക് ആസിഡ് നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുന്നത് കൊണ്ടാണ്. So far, you have done experiments using acids and bases found in household items. Now let's do experiments by diluting some acids and bases in the laboratory. അപ്പോൾ നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നമുക്ക് വീട്ടിലും സറൗണ്ടിങ്സിലൊക്കെ കിട്ടുന്ന വസ്തുക്കൾ കൊണ്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ആയിരുന്നു അല്ലേ? ആ ആസിഡ്സും ബേസും വെച്ചിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ആയിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് ലബോറട്ടറിയിൽ നിന്ന് കിട്ടുന്ന ആസിഡ്സ് ഒക്കെ നേർപ്പിച്ചിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് നോക്കാം. വിച്ച് ആസിഡ്സ് ആൻഡ് ബേസസ് ക്യാൻ ബി ടേക്കൺ. അതിനായിട്ട് ഏതൊക്കെ ആസിഡും ബേസും എടുക്കാം? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഒരു ടേബിളിൽ ആസിഡ്സും ബേസിൻ്റെ പേരും, ആ ആസിഡ്സും ബേസസും ഒക്കെ നമുക്ക് എടുക്കാം. വിച്ച് ഇൻഡിക്കേറ്റേഴ്സ് ആർ ടു ബി ടേക്കൺ. ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാം? ഫിനോഫ്താലിനും മീഥൈൽ ഓറഞ്ചും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. Take acids and bases in separate test tubes. Observe and tabulate the color changes that occur when various indicators are added to them. ഓരോ ടെസ്റ്റ് ട്യൂബിൽ വ്യത്യസ്ത തരത്തിലുള്ള ആസിഡുകളും ബേസുകളും എടുക്കുക. എന്നിട്ട്
ഓരോ ഇൻഡിക്കേറ്ററും വയ്ക്കുമ്പോൾ നമ്മൾ ഇതിൽ എന്തൊക്കെയാണ് കളർ ചേഞ്ചസ് ഉണ്ടാവുന്നതെന്ന് എഴുതുക. സോ നമുക്ക് തന്നിരിക്കുന്ന ടേബിളിൽ നോക്കൂ, കളർ ചേഞ്ച് ഓൺ ആഡിങ് ഇൻഡിക്കേറ്റേഴ്സ്. ഓരോ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഓരോ ആസിഡിനും ബേസിനും ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് കേട്ടോ. ആദ്യത്തെ ഇൻഡിക്കേറ്റർ മിഥൈൽ ഓറഞ്ച് ആണ്. മിഥൈൽ ഓറഞ്ച് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് പിങ്ക് ആവും, സൾഫ്യൂരിക് ആസിഡിൽ ചെയ്യുമ്പോഴും ലൈറ്റ് പിങ്ക്. സോഡിയം ഹൈഡ്രോക്സൈഡിലും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും, അത് രണ്ടും ബേസസ് ആണ്, അതിൽ രണ്ടിലും ആഡ് ചെയ്യുമ്പോൾ ലൈറ്റ് യെല്ലോ കളറാണ് ആവുന്നത്. അടുത്ത ഇൻഡിക്കേറ്റർ ഫിനോഫ്താലിനാണ്. അത് ഹൈഡ്രോക്ലോറിക് ആസിഡിലും അതുപോലെ സൾഫ്യൂരിക് ആസിഡിലും, രണ്ട് ആസിഡ്സിലും ചേർക്കുമ്പോൾ നമുക്ക് നോ ചേഞ്ചസ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ആണെങ്കിൽ പിങ്ക് കളർ ആവുന്നു. പിന്നെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, അത് ഹൈഡ്രോക്ലോറിക് ആസിഡിലും സൾഫ്യൂരിക് ആസിഡും ആണെങ്കിൽ റെഡ് കളറായിട്ട് മാറും. സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ആണെങ്കിൽ നോ ചേഞ്ചസ്. റെഡ് ലിറ്റ്മസ് പേപ്പറോ, അത് ഹൈഡ്രോക്ലോറിക് ആസിഡിലും സൾഫ്യൂരിക് ആസിഡിലും ആണെങ്കിൽ നോ ചേഞ്ചസ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും ചേർക്കുമ്പോൾ റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ കളറായിട്ട് മാറുന്നു. ആസിഡ് ഇൻ ദ ബോഡി. ഇനി നമ്മുടെ ശരീരത്തിനകത്തും ആസിഡ്സ് ഉണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റൊമക്ക് ടു ഫെസിലിറ്റേറ്റ് ഡൈജഷൻ ഓഫ് ഫുഡ്. സം പേഴ്സൺസ് മേ ഹാവ് enhanced production of this acid in their body, resulting in a condition called acidity. Abdominal pain, heartburn, nausea and constipation are the symptoms of acidity. As a remedy for this condition, doctors prescribe medicines called antacids that can neutralize acids. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ സ്റ്റൊമക്കിൽ, വയറിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നാച്ചുറലി അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചില ആളുകളിൽ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ വളരെയധികം കൂടുതലായിരിക്കും. സോ അവർക്ക് ഒരുപാട് ബോഡി കണ്ടീഷൻസിൽ ഒരുപാട് ചേഞ്ചസ് വരും. അതായത് അവർക്ക് നെഞ്ചരിച്ചിലും, പിന്നെ അബ്ഡോമിനൽ പെയിൻ, വയറിന് വേദനയും, പിന്നെ ഹാർട്ട് ബേണും, പിന്നെ അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമൊക്കെ ഉണ്ടാവും. സോ അങ്ങനെയുള്ള അവരുടെ ഈ അവസ്ഥയെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ബോഡിയിൽ കൂടുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ആസിഡിറ്റി. ഇങ്ങനെ ആസിഡിറ്റി ഉള്ള ആളുകൾക്ക് അവരുടെ ഈ കണ്ടീഷൻസിന് കുറവ് വരുത്താനായിട്ട് ഡോക്ടേഴ്സ് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ആ മരുന്നുകളെ ആൻറ്റാസിഡ്സ് എന്നാണ് വിളിക്കുക. ഈ ആൻറ്റാസിഡ്സ് കഴിക്കുമ്പോൾ നോർമലി എന്താവും, ആ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷനൊക്കെ ഒന്ന് കുറഞ്ഞ് ന്യൂട്രലൈസ് ചെയ്യാൻ, ആസിഡ്സിനെ ഇല്ലാതാക്കാനായിട്ട് ആണ് ആൻറ്റാസിഡ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. ആസിഡ്സ് ആൻഡ് മെറ്റൽസ്. സോ ഫാർ യു ഹാവ് ഐഡൻറ്റിഫൈഡ് 2 properties of acids. One more property can also be identified through experiments. In the previous class, you have carried out the experiment of burning magnesium ribbon in air. Magnesium is also a metal like iron and copper. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മഗ്നീഷ്യം റിബണ് ബേൺ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഫിൽ എ ക്വാർട്ടർ ഓഫ് എ ടെസ്റ്റ് ട്യൂബ് വിത്ത് വിനെഗർ, അതായത് ഡൈല്യൂട്ട് അസറ്റിക് ആസിഡാണ് വിനെഗർ. പുട്ട് 3 or 4 സ്മോൾ സ്ട്രിപ്സ് ഓഫ് മഗ്നീഷ്യം റിബൺ ഇൻ ടു ഇറ്റ്. നോട്ട് ഡൗൺ യുവർ ഒബ്സർവേഷൻ. ക്ലോസ് ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് വിത്ത് യുവർ തം ഫോർ എ വൈൽ. വാട്ട് ഡു യു ഫീൽ? അപ്പോൾ എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള മക്കളെ? ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു 1/4 ഭാഗം നിങ്ങൾ വിനെഗർ, കാൽ ഭാഗം നിങ്ങൾ വിനെഗർ, അതായത് അസറ്റിക് ആസിഡാണ്, ഡൈല്യൂട്ടഡ് അസറ്റിക് ആസിഡാണ് വിനെഗർ എന്ന് പറയുന്നത്, അതെടുക്കുക. എന്നിട്ട് അതിലേക്ക് 3 or 4 സ്ട്രിപ്പ് മഗ്നീഷ്യം റിബണ് ഇടുക. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന ഒബ്സർവേഷൻ എന്താണെന്ന് എഴുതണം. പിന്നെ അതുപോലെ ഈ ടെസ്റ്റ് ട്യൂബ് നിങ്ങളുടെ കൈയിൻ്റെ തള്ളവിരൽ കൊണ്ട് അതിൻ്റെ വായ്ഭാഗം ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെടുന്നത് എന്ന് നോക്കുക. സോ നമ്മൾ മഗ്നീഷ്യം റിബൺ അതിലേക്ക് ഇടുന്ന സമയത്ത് നമുക്കൊരു ഗ്യാസ് ഫോം ചെയ്യുന്നതായിട്ട് കാണാം. അതായത് വിത്തൗട്ട് സ്മെൽ ആൻഡ് കളറും ഉണ്ടാവില്ല, നിറവും ഉണ്ടാവില്ല, മണവും ഉണ്ടാവില്ല, അങ്ങനെ ഒരു ഗ്യാസ് ഫോം ചെയ്യുന്നതായിട്ട് കാണും. നമ്മുടെ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗം നമ്മുടെ തള്ളവിരൽ വെച്ച് അമർത്തുന്ന സമയത്ത് നമുക്കൊരു പുഷിങ് അനുഭവപ്പെടും. അതായത് ഒരു തള്ളൽ നമുക്ക് അതിനുള്ളിൽ നിന്ന് അനുഭവപ്പെടും. വിച്ച് ഈസ് ദ ഗ്യാസ് ദാറ്റ് ബബിൾസ് അപ്പ് ആൻഡ് പുഷസ് അറ്റ് യുവർ തം. അങ്ങനെ ടെസ്റ്റ് ട്യൂബിനകത്ത് ഫോം ചെയ്ത് നമ്മുടെ തള്ളവിരലിനെ പുഷ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ ആണ് കേട്ടോ. ലെറ്റ്സ് ഡു അനദർ എക്സ്പെരിമെൻറ്റ് ടു ഐഡൻറ്റിഫൈ ദിസ് ഗ്യാസ്. ഈ ഗ്യാസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതായത് ഉണ്ടായ ഗ്യാസ് ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് കൂടെ നമുക്ക് ചെയ്യാം. അതെന്താണ്? ടിൽറ്റ് ദ ടെസ്റ്റ് ട്യൂബ് സ്ലൈറ്റ്ലി, റിമൂവ് യുവർ തം ആഫ്റ്റർ ബ്രിങ്ങിങ് എ ബേണിംഗ് matchstick to the mouth of the test tube. What do you observe? Record it in your science diary. ഈ ടെസ്റ്റ് ട്യൂബ് ചെറുതായിട്ടൊന്ന് ഇളക്കുക.
കുലുക്കുക, അതായത് നമ്മളുടെ മഗ്നീഷ്യം റിബൺ ഇട്ട് ടെസ്റ്റ് ട്യൂബ് ഒന്ന് ഇളക്കിയിട്ട് ഒരു കത്തുന്ന മെഴുകുതിരല്ല, കത്തുന്ന തീപ്പെട്ടി ഒന്ന് ഇതിൻ്റെ വായ്ഭാഗത്ത് നിങ്ങളുടെ തള്ളവിരൽ മാറ്റിയ ശേഷം ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്തേക്ക് കാണിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക മക്കളെ? ഈ കത്തുന്ന ഈ കത്തുന്ന മാച്ച് സ്റ്റിക്ക്, തീപ്പെട്ടി ഒരു ചെറിയ പൊട്ടുന്ന ശബ്ദത്തോട് കൂടിയിട്ട് ആളിക്കത്തുന്നതായിട്ട് നമുക്ക് കാണാം. അതെന്തുകൊണ്ടാണ്? ഈ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ആളിക്കത്താനായിട്ട് സഹായിക്കുന്ന ഒരു വാതകം, ഒരു ഗ്യാസ് പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് അല്ലേ? അല്ലാതെ പുറത്തു നിന്ന് വേറൊരു സംഭവങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നില്ലല്ലോ. സോ ആ ടെസ്റ്റ് ട്യൂബിനകത്ത് ഫോം ചെയ്ത ഗ്യാസ് പുറത്തേക്ക് വരുമ്പോഴാണ് ഈ മാച്ച് സ്റ്റിക്ക് ഒരു പൊട്ടുന്നൊരു ശബ്ദത്തോട് കൂടിയിട്ട് കത്തുന്നത്. സോ കത്താൻ സഹായിക്കുന്ന ഗ്യാസ് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൈഡ്രജൻ ആണ്. സോ ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് ഫോം ചെയ്ത ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ ആണെന്ന് കൺഫേം ആയി. Here a gas was produced when the acid reacted with metal identified. അപ്പോൾ ഇവിടെ ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ഒരു ഗ്യാസ് ഉണ്ടാവുമെന്ന് നമ്മൾ പഠിച്ചു. ഏതാണ് ആ ഗ്യാസ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹൈഡ്രജൻ. The gas which burned up with a pop sound in the presence of fire is hydrogen. Will we get the same result if the experiment is repeated with other metals and acids? Let's find out. Repeat the experiment with dilute hydrochloric acid and zinc. ഇനി നമ്മളിപ്പോൾ എടുത്തത് ഡൈല്യൂട്ട് അസറ്റിക് ആസിഡും മഗ്നീഷ്യവും ആയിരുന്നു അല്ലേ? ഇനി അതുപോലെ ആസിഡ് മാറ്റി, ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ സിങ്കും മെറ്റലും മാറ്റി. അങ്ങനെ ചെയ്തിട്ട് രണ്ടും മാറ്റിയിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലോ അപ്പോഴും നമുക്ക് ഇതുപോലെ തന്നെയാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് നമ്മളൊരു ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഫോം ചെയ്യുന്നു. When acids react with metals, hydrogen is produced. Hydrogen is a flammable gas. അതായത് കത്താൻ സഹായിക്കുന്ന വാതകമാണ്, ഗ്യാസ് ആണെന്ത്? ഹൈഡ്രജൻ. ഹൈഡ്രജനെ കുറച്ചുകൂടെ പ്രോപ്പർട്ടീസ് നമുക്കവിടെ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്കവിടെ തന്നിട്ടുണ്ട്. നോക്കൂ. A British scientist named Henry Cavendish discovered hydrogen. Hydrogen is the lightest gas, hence hydrogen-filled balloons can rise high. Hydrogen is used as fuel in rockets. Nowadays, there are motor vehicles using hydrogens as fuels. In September 2023, a hydrogen bus was introduced experimentally in New Delhi. The meaning of the word hydrogen is producing water. Hydrogen reacts with oxygen to form water. Water can be dissociated into hydrogen and oxygen. Hence, hydrogen is a promising energy source of the future. So, British scientist ആയിട്ടുള്ള ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഹൈഡ്രജൻ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്യാസ് ആണ്, അതായത് ഏറ്റവും ഭാരം കുറഞ്ഞ ഗ്യാസാണ് ഹൈഡ്രജൻ. അതുകൊണ്ടാണ് ഹൈഡ്രജൻ ബലൂണുകളിലൊക്കെ ഹൈഡ്രജൻ നിറയ്ക്കുന്ന സമയത്ത് അത് ആകാശത്തേക്ക്, വായുവിലേക്ക് ഉയർന്നു പോകുന്നത്. അതുപോലെ റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഫ്യൂലും എന്താണ്? ഹൈഡ്രജൻ ആണ്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾസിലും ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ധനമായിട്ട്, ഫ്യൂലായിട്ട്. സെപ്റ്റംബർ 2023 ന്യൂഡൽഹിയിൽ വെച്ചിട്ട് ഒരു ഹൈഡ്രജൻ ഫ്യൂലായിട്ട് യൂസ് ചെയ്യുന്ന ബസ് ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ഓടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഹൈഡ്രജൻ്റെ മീനിങ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസിങ് വാട്ടർ എന്നാണ്. വെള്ളം നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ വെള്ളം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളത് എന്നാണ് ഹൈഡ്രജൻ എന്നുള്ള വേർഡിൻ്റെ മീനിങ്. അതെന്തുകൊണ്ടാണ്? ഹൈഡ്രജനും ഓക്സിജനും ചേർന്നതാണ് വാട്ടർ. ഹൈഡ്രജൻ ഓക്സിജനുമായി റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് വാട്ടർ ലഭിക്കുന്നത്. അതുപോലെ വെള്ളത്തെ നമ്മൾ വാട്ടറിൻ്റെ ഒരു ഡ്രോപ്പിനെ അല്ലെങ്കിൽ ഒരു കണികയെ നമ്മളൊരു മോളിക്യൂളിനെ നമ്മൾ സ്പ്ലിറ്റപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യാനായിട്ട് കഴിയും. അതായത് H2O, 2 ഹൈഡ്രജൻ ഒരു ഓക്സിജൻ എന്നുള്ള രീതിക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇത്രയേറെ സുലഭമായതുകൊണ്ട് തന്നെ നമ്മളുടെ ഭാവിയിലേക്കുള്ള ഒരു എനർജി സോഴ്സാണ് ഹൈഡ്രജൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. General properties of acids. How many general properties of acids have you identified from the experiments done so far record in the science diary? ഇപ്പോൾ നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റിൽ നിന്നൊക്കെ നമുക്ക് ആസിഡ്സിനെ കുറിച്ചുള്ള എന്തൊക്കെ ജനറൽ പ്രോപ്പർട്ടീസ് മനസ്സിലായി? ഒരു 2-3 കാര്യങ്ങൾ മനസ്സിലായി അല്ലേ? നമുക്കത് എഴുതി കൊടുക്കാം. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഹാസ് സോർ ടേസ്റ്റ്, പുളി രുചിയായിരിക്കും. ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ്, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കിയിട്ട് മാറ്റും. വെൻ റിയാക്റ്റഡ് വിത്ത് മെറ്റൽസ് ഇറ്റ് പ്രൊഡ്യൂസ് ഹൈഡ്രജൻ. ആസിഡ്സ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഫോം ചെയ്യുന്നു.
You have understood that acids react with metals. Based on this, can you explain the reasons for the following situations? അപ്പോൾ ആസിഡ്സ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി താഴെ തന്നിരിക്കുന്ന സിറ്റുവേഷൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതിൻ്റെ റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് നോക്കൂ. മെറ്റൽ കണ്ടെയ്നേഴ്സ് ആർ നോട്ട് യൂസ്ഡ് ടു സ്റ്റോർ പിക്കിൾസ്. അച്ചാറുകൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് മെറ്റൽ കൊണ്ടുള്ള ഭരണികൾ അല്ലെങ്കിൽ മെറ്റൽ കൊണ്ടുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാറില്ല. ബിക്കോസ് പിക്കിൾസ് കണ്ടെയ്ൻ ആസിഡ്സ്. കാരണം അച്ചാറുകളിൽ ആസിഡ്സ് ഉണ്ട്. നമ്മൾ വിനെഗറൊക്കെ ഒഴിക്കുന്നതല്ലേ, സോ അതിൽ ആസിഡ്സ് ഉണ്ട്. വെൻ ദീസ് ആസിഡ്സ് റിയാക്റ്റഡ് വിത്ത് മെറ്റൽസ് ഇറ്റ് വിൽ ബി ഹാംഫുൾ ടു അവർ ഹെൽത്ത്. നമ്മൾ ഇത് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, നമ്മൾ മെറ്റലിൻ്റെ പ്ലേറ്റിലൊക്കെയാണ് ഇട്ട് വെച്ചെന്നുണ്ടെങ്കിൽ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ്, അത് നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഓക്കെ, അതാണ് റീസൺ. ഇനി സെക്കൻഡ്, എർത്തൺ വെസൽസ് ആർ കോമൺലി യൂസ്ഡ് ടു കുക്ക് ഡിഷസ് വിത്ത് കേർഡ് ആൻഡ് ബട്ടർ മിൽക്ക്. നമ്മൾ ബട്ടർ മിൽക്കും, അതായത് തൈരിലും മോരിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ എർത്തൺ വെസൽസ്, അതായത് മൺപാത്രങ്ങളാണ് ലോഹപാത്രങ്ങൾക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെയും അതാണ് സെയിം സംഭവമാണ് വരുന്നത്. ബട്ടർ മിൽക്ക് ആൻഡ് കേർഡ് കണ്ടെയ്ൻ ആസിഡ്സ്. ബട്ടർ മിൽക്കിലും കേർഡിലും എന്താണ്, ആസിഡ്സ് ഉണ്ട്. സോ ദീസ് ആസിഡ്സ് വെൻ റിയാക്റ്റഡ് വിത്ത് മെറ്റൽസ് ഇറ്റ് വിൽ ബി ഹാംഫുൾ ടു അവർ ഹെൽത്ത്. അത് നമ്മൾ ഈ മെറ്റാലിക് പ്ലേറ്റ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ, കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എതേൺ വെസൽസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. യൂസസ് ഓഫ് ആസിഡ്സ്. യു നോ ദാറ്റ് വിനെഗർ ഈസ് acidic in nature. What are the uses of vinegar at home? വിനാഗിരി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, വീട്ടിൽ പല ആവശ്യങ്ങൾക്ക് നമ്മൾ വിനെഗർ യൂസ് ചെയ്യാറുണ്ടല്ലേ. അത് ഒരു ആസിഡാണ് വിനെഗർ എന്ന് പറയുന്നത്. സോ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഇൻ പിക്കിൾസ്, അച്ചാറുകൾ ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ ഫോർ കുക്കിംഗ് പർപ്പസസ് അല്ലെങ്കിൽ ഇൻ കുക്കിംഗ്, അതായത് മറ്റു പാചക ആവശ്യങ്ങൾക്കൊക്കെ. ഫോർ പ്രിസർവേഷൻ ആൻഡ് ഫുഡ് പ്രോസസ്സിങ്, ഭക്ഷ്യ സംസ്കരണത്തിന്. ടു റിമൂവ് സ്റ്റെയിൻസ് ഫ്രം അപ്പോൾസ്ട്രി ആൻഡ് കാർപ്പറ്റ്സ്. അപ്പോൾസ്ട്രി, കാർപ്പറ്റ്സ് തുടങ്ങിയവയിൽ നിന്നൊക്കെ എന്താണ്, കറകൾ നീക്കം ചെയ്യാനായിട്ട്. ടു റിമൂവ് ലേബൽസ് ആൻഡ് സ്റ്റിക്കേഴ്സ് ബൈ ഡിസോൾവിങ് അഡസീവ്സ്. വസ്തുക്കളിൽ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കർ, അതിനെ പശയിൽ നിന്ന് റിമൂവ് ചെയ്ത് ലയിപ്പിച്ച് അതിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് വാങ്ങുമ്പോൾ ടേബിൾ ചെയറൊക്കെ വാങ്ങുന്ന സമയത്ത് അവിടെ സ്റ്റിക്കർ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത് നമ്മൾ സ്റ്റിക്കർ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു അത് ഒട്ടിപ്പിടിച്ച പശയുടെ ഇതുണ്ടാവും, കറ ബാക്കിയുണ്ടാവും. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ വിനെഗർ ഉപയോഗിക്കാറുണ്ട്. You already know the use of formic acid. Some acids and their uses are listed in the table below. Complete the list. ഫോമിക് ആസിഡിൻ്റെ യൂസ് നമ്മൾ മുൻപുള്ള ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. റബ്ബറിൻ്റെ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നതാണല്ലേ. അതുപോലെ മറ്റ് ആസിഡ്സിൻ്റെ യൂസസിൻ്റെ ഒരു ടേബിളാണ് നമുക്ക് തന്നിട്ടുള്ളത്. വായിച്ചു നോക്കാം. ആദ്യത്തെ ആസിഡ് അസറ്റിക് ആസിഡാണ്. പിക്കിൾ മേക്കിംഗ്, അച്ചാർ നിർമ്മാണത്തിന്. കുക്കിംഗ്, പാചകാവശ്യങ്ങൾക്ക്. ഫുഡ് പ്രോസസ്സിങ്, ഭക്ഷ്യ സംസ്കരണത്തിന്. ഫോമിക് ആസിഡ് ഫോർ തിക്കനിങ് ലാറ്റക്സ്, അതായത് റബ്ബർ പാല് കട്ടിയാക്കുന്നതിന്. സിട്രിക് ആസിഡ് ടു മേക്ക് ഡ്രിങ്ക്സ്, നമ്മൾ ജ്യൂസ് പോലുള്ള ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നതിന്. സൾഫ്യൂരിക് ആസിഡ് ദ കിങ് ഓഫ് ആസിഡ്സ് എന്നറിയപ്പെടുന്നതാണ് സൾഫ്യൂരിക് ആസിഡ്. വളരെ കാഠിന്യമുള്ള ആസിഡാണ് കേട്ടോ. ഇൻ മോട്ടോ വെഹിക്കിൾ ബാറ്ററീസ് ആൻഡ് ഫോർ മാനുഫാക്ചറിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. മോട്ടോ വാഹനങ്ങളിലും പിന്നെ അതിലെ ബാറ്ററികളിലും പിന്നെ കെമിക്കൽ പേർപ്പസസ്, മാനുഫാക്ചറിങ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽ കീടനാശിനികളുടെ മാനുഫാക്ചറിങ്ങിലും. പിന്നെ അടുത്തത് നൈട്രിക് ആസിഡ് ടു മേക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെയിൻറ്റ്സ് ആൻഡ് ഡൈസ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെയിൻറ്റുകളും ഡൈസ് കളറുകളൊക്കെ നിർമ്മിക്കാനായിട്ട്. ടാനിക് ആസിഡ് ടു മേക്ക് ലെതർ ആൻഡ് ഇങ്ക്, ലെതറും ഇങ്കും നിർമ്മിക്കാനായിട്ട്. കാർബോണിക് ആസിഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് സോഡ വാട്ടർ. ഇനി നമുക്ക് യൂസസ് ഓഫ് ബേസസ് നോക്കാം, അതായത് ബേസുകളുടെ ഉപയോഗങ്ങൾ ഓരോന്ന് നോക്കാം. ആദ്യത്തെ ബേസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അതിൻ്റെ യൂസ് വരുന്നത് ഗ്ലാസ് മാനുഫാക്ചറിങ്ങും ടു റെഡ്യൂസ് ദ അസിഡിറ്റി ഓഫ് സോയിൽ, അതായത് ഗ്ലാസ് നിർമ്മാണത്തിലും പിന്നെ മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് സോഡിയം ഹൈഡ്രോക്സൈഡ് ടു മേക്ക് സോപ്പ്, പേപ്പർ ആൻഡ് റയോണ്, സോപ്പ്, പേപ്പർ, റയോണ് തുടങ്ങിയവയുടെ നിർമ്മാണ മേഖലയിൽ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ടു സോഫ്റ്റ് സോപ്പ്, അതായത് സോഫ്റ്റ് സോപ്പുകൾ നിർമ്മിക്കാനായിട്ട്. അലൂമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഇൻ മെഡിസിൻസ്, മെഡിക്കൽ ഫീൽഡിലാണ്, മരുന്നുകളിലാണ് യൂസ് ചെയ്യുന്നത്. അനലൈസ് ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ്. ടേബിൾ നമ്മൾ അനലൈസ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ക്വസ്റ്റ്യൻ 1, വിച്ച് ഈസ് ദ ബേസ് യൂസ്ഡ് ടു മേക്ക് സോപ്പ്. സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബേസ് ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡും ഉപയോഗിക്കുന്നുണ്ട്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ഉപയോഗിക്കുന്നുണ്ട്.
ക്വസ്റ്റ്യൻ 2 വിച്ച് ആർ ദ ബേസസ് യൂസ്ഡ് ഇൻ മെഡിസിൻസിൻ്റെ ആവശ്യത്തിന് യൂസ് ചെയ്യുന്ന ബേസസ് ഏതൊക്കെയാണ്? അലൂമിനിയം ഹൈഡ്രോക്സൈഡും മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡുമാണ്. സോപ്പ് മേക്കിംഗ് ഈസ് വൺ ഓഫ് ദ യൂസസ് ഓഫ് ബേസസ്. ഷോൾ വി മേക്ക് സോപ്പ് നിർമ്മാണമാണ് ബേസിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കും അതുപോലെ സോപ്പ് നിർമ്മിച്ച് നോക്കിയാലോ? നിങ്ങൾക്ക് ക്ലാസ്സിൽ അധ്യാപകരുടെ സഹായത്തോടെ അല്ലെങ്കിൽ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ സഹായത്തോടു കൂടിയിട്ട് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. ലെറ്റ്സ് മേക്ക് സോപ്പ്. അതിന് വേണ്ട മെറ്റീരിയൽസ്, അതായത് ഏകദേശം 20 സോപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ട മെറ്റീരിയൽസാണ് നമ്മൾ നോക്കുന്നത്. കാസ്റ്റിക് സോഡ 180 ഗ്രാം, കോക്കനട്ട് ഓയിൽ 1 കിലോഗ്രാം, വാട്ടർ 350 ml, സോഡിയം സിലിക്കേറ്റ് 100 ഗ്രാം, സ്റ്റോൺ പൗഡർ 100 ഗ്രാം, കളർ ആൻഡ് പെർഫ്യൂം. അപ്പോൾ നമുക്ക് സോപ്പ് ഉണ്ടാക്കുന്നതിനുള്ള കിറ്റ് തന്നെ കിട്ടും. ഈ കിറ്റിൽ ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ: ടേക്ക് വാട്ടർ ഇൻ എ സ്റ്റീൽ ബൗൾ ആൻഡ് ഡിസോൾവ് കാസ്റ്റിക് സോഡ ഇൻ ഇറ്റ്. എ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ലിബറേറ്റഡ് when caustic soda dissolves in water. After the solution cools down, slowly pour in a flat vessel containing coconut oil. Stir it well while pouring. Then add sodium silicate and stone powder one by one to increase the hardness and quantity of the soap. Color and perfume can be added to the soap to make it more attractive and fragrant. Stir the mixture continuously till it gets thickened. Pour the thick mixture into the mold. After solidification, remove the soap from the mold. Can be used after 2 weeks. സിമ്പിളാണ് മക്കളെ. എങ്ങനെയാണ്? ആദ്യം നമ്മളുടെ കാസ്റ്റിക് സോഡ എടുക്കുക. അതൊരു സ്റ്റീൽ ബൗളിൽ വേണം എടുക്കാനായിട്ട്, പ്ലാസ്റ്റിക്കിൽ എടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത്, വാട്ടറിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് വളരെയധികം നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. സോ കൈയൊന്നും കൊണ്ടുപോയിട്ടാൽ പൊള്ളും. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ വെസൽ എടുക്കുകയാണെങ്കിൽ എന്താണ്, അത് ഉരുകി പോകും അല്ലേ. അപ്പോൾ സ്റ്റീൽ ബൗൾ തന്നെ എടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് എന്ത് ചെയ്യുക, ഈ സൊല്യൂഷൻ ഒന്ന് തണുത്ത ശേഷം അതിലേക്ക് ഇത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു വെസൽ എടുക്കുക. അതിൽ കുറച്ച് കോക്കനട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും മിക്സ് ചെയ്യുക. ഓരോന്നോരോന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹാർഡ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ സോപ്പിൻ്റെ അതിൻ്റെ ക്വാണ്ടിറ്റിയും കൂട്ടും. എത്ര സോപ്പിൻ്റെ എണ്ണവും കൂട്ടാനായിട്ട്, അതിൻ്റെ അളവും കൂട്ടാനായിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കളറും പെർഫ്യൂമും, മണത്തിനും അതുപോലെ ഒരു അട്രാക്റ്റീവ് കളർ, നല്ല കളറിനും വേണ്ടിയിട്ട് കളറും പെർഫ്യൂമും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് മെല്ലെ എന്ത് ചെയ്യുക, ഈ സോപ്പിൻ്റെ മോൾഡ്, ഏത് ഷേപ്പിലുള്ള മോൾഡാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിലേക്ക് മെല്ലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് കട്ടിയായിട്ട് ഉറക്കാനായിട്ട് വെക്കുക. ഒരു 2 വീക്സിനൊക്കെ ശേഷം നിങ്ങൾക്ക് സോപ്പ് ഉപയോഗിക്കാവുന്നതാണ്. പ്രിപ്പയർ soap as part of science club activities in your school. Take care not to touch the caustic soda and soap mixture with your hands. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ സോപ്പ് നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു, കാസ്റ്റിക് സോഡ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും കൈ കൊണ്ട് അത് തുടരുത്. ബിക്കോസ് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്, കൈ പൊള്ളാനായിട്ട് സാധ്യതയുണ്ട്. യു ക്യാൻ ഓൾസോ മേക്ക് സോപ്പ് അറ്റ് ഹോം അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് യുവർ പാരൻസ്. യു മേ യൂസ് പീസസ് ഓഫ് PVC പൈപ്പ് ഇൻസ്റ്റെഡ് ഓഫ് മോൾഡ്. ഇനി രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ വീട്ടിലും നിങ്ങൾക്ക് സോപ്പ് നിർമ്മിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കുന്ന മോൾഡ് ഇല്ലെങ്കിൽ, അച്ചില്ലെങ്കിൽ അതിന് പകരം PVC പൈപ്പ് ഉപയോഗിച്ചാലും മതി കേട്ടോ. ഇനി ടേമറിക്, നാച്ചുറൽ ഇൻഡിക്കേറ്റർ, പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ടേമറിക്, മഞ്ഞൾ എന്ന് പറയുന്നത്. We have identified acids by using paper rubbed with hibiscus flowers, which is natural indicator. Similarly, shall we find an indicator for identifying bases? Add either soap solution or baking powder solution to the following substances. നമ്മൾ ഹിബിസ്കസ് കൊണ്ട് നമ്മൾ ലിറ്റ്മസ് ഉണ്ടാക്കിയിട്ട് ആസിഡ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പഠിച്ചു അല്ലേ. അപ്പോൾ ഹിബിസ്കസ് പോലെ തന്നെ നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ് ടേമറിക് എന്ന് പറയുന്നത്. ബേസുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ടേമറിക്. നമ്മൾ താഴെ ഒന്നുകിൽ പേപ്പർ റബ്ഡ് വിത്ത് പേപ്പർ, മഞ്ഞൾ ഉരച്ച പേപ്പറോ അല്ലെങ്കിൽ ഒരു ടേമറിക് വാട്ടറോ എടുത്തിട്ട് അതിലേക്ക് സോപ്പ് സൊല്യൂഷനോ ബേക്കിംഗ് പൗഡറോ മിക്സ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കളർ മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ബിക്കോസ് സോപ്പ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് മക്കളെ, ബേസാണ്. അപ്പോൾ ഈ ബേസ് മഞ്ഞളിലേക്ക് എത്തുമ്പോൾ കളർ ചേഞ്ച്, ബേസിൻ്റെ പ്രസൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ടേമറിക്കിന് കഴിയുന്നുണ്ട് എന്നാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ടേമറിക് ഈസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് ബേസസ്? Is it possible to make use of colored parts of plants to identify acids and bases? Let's do an experimental project. അപ്പോൾ ഇതുപോലെ ടേമറിക് പോലെ ഹിബിസ്കസ് പോലെ പ്രകൃതിയിൽ കാണുന്ന ഒത്തിരി വസ്തുക്കൾ, കളേർഡ് ആയിട്ടുള്ള ലീഫും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട്. എന്തിനാണ്? നമുക്ക് ബേസും ആസിഡ്സും ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട്. അതിനായിട്ടുള്ള ചില വസ്തുക്കൾ നമുക്ക് നോക്കാം. നോക്കൂ മക്കളെ, റെഡ് സ്പിനാച്ച്, ചുവന്ന ചീര,
ബ്ലൂ കളേർഡ് ക്ലൈറ്റോറിയ അല്ലെങ്കിൽ ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പം, റെഡ് ക്യാബേജ്, ബീട്രൂട്ട്, അതുപോലെ നമ്മൾ പഠിച്ച ഹിബിസ്കസ്, ടേമറിക്, ഇതൊക്കെ നമുക്ക് നാച്ചുറലി ഒക്കറിങ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. അതായത് കളേർഡ് പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. പ്രിപ്പയർ ഈതർ പേപ്പർ സ്ട്രിപ്സ് റബ്ഡ് വിത്ത് ഈച്ച് ഓഫ് ദ എബവ് വെജിറ്റബിൾസ്, their juices or the colored liquids obtained by boiling them in water. Test them with the acids available at home. Repeat the experiment with the bases also available at home. Write down the observation. ഈ വസ്തുക്കളൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് തിളപ്പിക്കുക, ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ വാട്ടർ എടുക്കുക. അപ്പോൾ നമ്മൾ റെഡ് സ്പിനാച്ച് തിളപ്പിക്കുമ്പോൾ, ചുവന്ന ചീര തിളപ്പിക്കുമ്പോൾ എന്താണ് മക്കളെ, റെഡ് കളർ വാട്ടർ കിട്ടും അല്ലേ. അതുപോലെ നീല ശംഖുപുഷ്പം തിളപ്പിക്കുമ്പോൾ നീല കളർ വാട്ടർ കിട്ടും. റെഡ് ക്യാബേജ് ആണെങ്കിൽ നമുക്ക് റെഡ് കളർ വാട്ടർ കിട്ടും അല്ലേ. അത് എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വീട്ടിൽ കിട്ടുന്ന ആസിഡ്സ് എന്തായിരിക്കാം, വിനെഗർ എടുക്കാം, വിനെഗറൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതല്ലേ. അതുപോലെ ബേസ്, സോപ്പ് വാട്ടറോ ബേക്കിംഗ് സോഡ വാട്ടറോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് അത് ഇതിലേക്കിട്ട് പേപ്പർ സ്ട്രിപ്പാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് മുക്കി നോക്കുമ്പോഴുള്ള കളർ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കതിവിടെ ടാബുലേറ്റ് ചെയ്യണം. ആദ്യത്തെ നോക്കൂ, പാർട്ട് ഓഫ് പ്ലാന്റ്, പിന്നെ നാച്ചുറൽ കളർ എന്താണ്, കളറിൻ ആസിഡ് ചേർക്കുമ്പോഴുള്ള കളർ എന്താണ്, ബേസ് ചേർക്കുമ്പോഴുള്ള കളർ എന്താണ്. ഫസ്റ്റ് നമുക്ക് ബ്ലൂ ശംഖുപുഷ്പം അല്ലെങ്കിൽ ബ്ലൂ ക്ലൈറ്റോറിയ എടുക്കാം. അതിൻ്റെ നാച്ചുറൽ കളർ ബ്ലൂ ആണ്. നമ്മൾ ആസിഡിൽ ചേർക്കുമ്പോൾ അതിൻ്റെ കളർ പിങ്ക് ആവുന്നുണ്ട്, ബേസിൽ ചേർക്കുമ്പോൾ ലൈറ്റ് ഗ്രീൻ ആവുന്നുണ്ട്. അടുത്തത് റെഡ് ക്യാബേജ് ആണ്. അതിൻ്റെ നാച്ചുറൽ കളർ എന്ന് പറയുന്നത് ഒരു പേർപ്പിളാണ്. പിന്നെ അത് ആസിഡിൽ ചേർക്കുമ്പോൾ അതിനൊരു റെഡിഷ് പിങ്ക്, ചുവപ്പ് കലർന്നൊരു പിങ്ക് നിറം കിട്ടും. ബേസിൽ ചേർക്കുമ്പോൾ നമുക്കൊരു ബ്ലൂയിഷ് ഗ്രീൻ, നീല കലർന്ന ഒരു പച്ച കളർ കിട്ടും. ഇനി അടുത്തത് ബീട്രൂട്ടിൻ്റെ നാച്ചുറൽ കളർ ഒരു ഡാർക്ക് പിങ്ക് ആണ്. അത് ആസിഡിൽ ചേർക്കുമ്പോൾ നമുക്ക് വയലറ്റ് ആവും. പിന്നെ ബേസ് ആണെങ്കിൽ ഒരു ഗ്രീനിഷ് യെല്ലോ ആണ് കിട്ടുക. ഗ്രീനും യെല്ലോവും കൂടെ മിക്സഡ് ആയിട്ട് കിട്ടും. പിന്നെ അടുത്തത് നെക്സ്റ്റ് ടേമറിക് ആണ്, മഞ്ഞൾ. അതിൻ്റെ നാച്ചുറൽ കളർ യെല്ലോ ആണ്. കളറിൻ ആസിഡ് ചേർക്കുമ്പോഴുള്ള കളർ യെല്ലോ തന്നെയാണ്, നോ ചേഞ്ച് ആണ് കേട്ടോ. ബേസ് ചേർക്കുമ്പോൾ റെഡ് ആവും. നെക്സ്റ്റ് ഗ്രേപ്പ് ജ്യൂസ്, മുന്തിരി നീര്. അതിൻ്റെ നാച്ചുറൽ കളർ എന്ന് പറയുന്നത് പേർപ്പിളാണ്. കളറിൻ ആസിഡിൽ ചേർക്കുമ്പോഴുള്ള കളർ റെഡായിട്ട് മാറും. ബേസിൽ ചേർക്കുമ്പോൾ ഗ്രീനിഷ് യെല്ലോ ആയിട്ട് മാറും. പിന്നെ അവസാനത്തെ പ്ലാന്റ് പതിമുഖത്തിൻ്റെ നാച്ചുറൽ കളർ പിങ്ക് ആണ്. അത് ആസിഡിൽ ചേർക്കുമ്പോൾ യെല്ലോ ആയിട്ട് മാറും. ബേസിൽ നമ്മൾ ചേർക്കുകയാണെങ്കിൽ കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, പിങ്ക് തന്നെ ആയിരിക്കും. Analyze the results of your observations based on these experiments. Record your interference in the science diary. ഇപ്പോൾ ടേബിൾ ഒന്ന് അനലൈസ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻ്റർഫറൻസ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ചേർക്കുക. പ്രിപ്പയർ എ ബ്രീഫ് റിപ്പോർട്ട് ഓഫ് ദ പ്രോജക്റ്റ് യു ഹാവ് ഡൺ ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ യുവർ ക്ലാസ്. അപ്പോൾ നിങ്ങളിപ്പോൾ തയ്യാറാക്കിയ ഈ പ്രോജക്റ്റ്, അതിൻ്റെ ബ്രീഫായിട്ടുള്ള സമ്മറി എന്താണോ അത് ക്ലാസ്സിൽ സബ്മിറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ലെറ്റസ് ആസ് ക്വസ്റ്റ്യൻസ് നോക്കാം. Question 1. Which among the following can be used as an indicator of acid? താഴെ തന്നിരിക്കുന്നതിൽ ആസിഡിൻ്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഏതാണ്? ടേമറിക്, പതിമുഖം, റെഡ് ലിറ്റ്മസ് പേപ്പർ, ഫിനോഫ്താലിൻ. പതിമുഖമാണ്. Question 2. Which acid is used in automobile batteries? ഓട്ടോമൊബൈൽ ബാറ്ററീസിൽ, വാഹനങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന, വാഹനങ്ങളുടെ ബാറ്ററികളിൽ യൂസ് ചെയ്യുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഫോമിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ആണ്. Question 3. Among the liquids in the 3 beakers placed on the table, the first one is water, the second is an acid, and the third is base. Is it right to identify them by touching, tasting, or smelling? Why? Suggest a method to identify each of them. 3 ഗ്ലാസ്സിലുണ്ട്. 3 ബീക്കേഴ്സിൽ ഒന്നിൽ വാട്ടറും രണ്ടാമത്തേതിൽ ആസിഡും മൂന്നാമത്തേതിൽ ബേസും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ബേസ് ആണോ ആസിഡാണോ വാട്ടർ ആണോ എന്ന് തിരിച്ചറിയാൻ തൊട്ട് നോക്കുകയോ മണത്ത് നോക്കുകയോ ടേസ്റ്റ് ചെയ്ത് നോക്കുകയോ ചെയ്യാൻ പാടുണ്ടോ? എന്തുകൊണ്ട്? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ഇനി ആസിഡും ബേസും ഒക്കെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു മെത്തേഡ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. No, touching, tasting and smelling chemicals is dangerous. We can identify acids and bases by using litmus papers. Acid turn blue litmus red and bases turn red litmus blue. If both the litmus do not change their color, the liquid will be water. ഒരിക്കലും നമ്മൾ കെമിക്കൽ സബ്സ്റ്റൻസസ് തൊട്ട് നോക്കുകയോ മണത്ത് നോക്കുകയോ ടേസ്റ്റ് ചെയ്ത് നോക്കുകയോ ചെയ്യാൻ പാടില്ല. നമ്മൾക്ക് എന്താണ് വളരെയധികം അപകടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചറിയാനായിട്ട് എന്ത് ചെയ്യാം? ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കാം. ബ്ലൂ ലിറ്റ്മസ് റെഡ് ആവുകയാണെങ്കിൽ അത് ആസിഡും, റെഡ് ലിറ്റ്മസ് ബ്ലൂ ആവുകയാണെങ്കിൽ അത് ബേസുമാണ്. കളർ ചേഞ്ച് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ലിക്വിഡ് വാട്ടറാണ്. Question 4. In the laboratory, metallic caps are not used for glass bottles containing acids. Explain the reason for this. ലാബുകളിൽ ആസിഡുകൾ അടങ്ങിയിട്ടുള്ള കുപ്പികളുടെ അടപ്പ് ഒരിക്കലും മെറ്റാലിക് അടപ്പുകൾ ഉപയോഗിക്കാറില്ല. അതിനുള്ള കാരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്.
Acids react with metals and corrode metals. So metallic caps are not used for glass bottles containing acids. കാരണം എന്താണ്, ആസിഡ്സുമായിട്ട് മെറ്റൽസ് റിയാക്ട് ചെയ്യും. സോ ആ റിയാക്ഷൻ നടക്കാതിരിക്കാനാണ് ആസിഡ്സ് എടുത്തിട്ടുള്ള ബോട്ടിൽസ് ഒരിക്കലും നമ്മൾ മെറ്റാലിക് ക്യാപ്സ് കൊണ്ട് അടയ്ക്കാത്തത്. Question 5. Examine the statements given below. Classify them on the basis of properties of acids and bases. ലിക്വിഡ്സിൻ്റെ കുറച്ച് ആസിഡ്സിൻ്റെയും ബേസസിൻ്റെയും പ്രോപ്പർട്ടീസ് താഴെ തന്നിട്ടുണ്ട്. അത് ആസിഡിൻ്റെ ഏത് ബേസിൻ്റെ ഏതെന്ന് ക്ലാസിഫൈ ചെയ്ത് എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഹാസ് എ സോർ ടേസ്റ്റ്, പുളിരുചിയാണ്. ടേൺസ് ടു പിങ്ക് വെൻ ഫിനോഫ്താലിൻ ഈസ് ആഡഡ്, ഫിനോഫ്താലിൻ ആഡ് ചെയ്താൽ പിങ്ക് നിറമാവും. സ്ലിപ്പറി, വഴുവഴുപ്പുണ്ട്. ടേൺസ് ടു പിങ്ക് വെൻ മീതൈൽ ഓറഞ്ച് ഈസ് ആഡഡ്, മീതൈൽ ഓറഞ്ച് ആഡ് ചെയ്താൽ പിങ്ക് നിറമാവും. ടേൺ ദ കളർ ഓഫ് പതിമുഖം വാട്ടർ ഇൻ ടു യെല്ലോ, പതിമുഖത്തിൻ്റെ നിറം അതായത് പിങ്ക്, പതിമുഖത്തിൻ്റെ നിറം യെല്ലോ ആയിട്ട് മാറും. റെഡ് ലിറ്റ്മസ് ടേൺസ് ബ്ലൂ, റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയി മാറും. റിയാക്ട്സ് വിത്ത് മെറ്റൽസ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ, മെറ്റൽസുമായി റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. ഹാസ് ആൽക്കലൈൻ ടേസ്റ്റ്, കാരരുചിയാണ് അല്ലെങ്കിൽ ആൽക്കലൈൻ ടേസ്റ്റ് ആണ്. നമുക്കിതിനെ ആസിഡിൻ്റെയും ബേസിൻ്റെയും പ്രോപ്പർട്ടീസ് ആക്കിയിട്ട് മാറ്റി എഴുതാം. ഫസ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ്. ഹാസ് സോർ ടേസ്റ്റ്, ടേൺസ് ടു പിങ്ക് വെൻ methyl orange is added, turns the color of പതിമുഖം water into yellow, reacts with metals to produce hydrogen. Next properties of bases. Turn to pink when phenolphthalein is added, slippery. Red litmus turns blue, has alkaline taste. Question 6. You have learned about various indicators to identify acids and bases. Complete the table below. അപ്പോൾ നമ്മൾ ആസിഡ്സും ബേസും ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സിനെ പഠിച്ചു. അതായത് നാച്ചുറലി ഒക്കറിങ് ഇൻഡിക്കേറ്റേഴ്സും ലബോറട്ടറിയിൽ കിട്ടുന്ന ഇൻഡിക്കേറ്റേഴ്സും രണ്ടും നമ്മൾ പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിളാണ് താഴെ തന്നിരിക്കുന്നത്. നോക്കൂ, ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ആസിഡ്സ് അത് നാച്ചുറൽ ഉള്ളത് എന്തൊക്കെയാണ്, പിന്നെ യൂസ്ഡ് ഇൻ ലാബ് അത് ഏതൊക്കെയാണെന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. സോ ആദ്യം ആസിഡ്സിൽ നാച്ചുറലി ഒക്കറിങ് ആസിഡ്സ് ആണ് പേപ്പർ റബ്ബഡ് വിത്ത് ഹിബിസ്കസ് ഫ്ലവറും പതിമുഖവും പിന്നെ ബീട്രൂട്ടും ഒക്കെ. പിന്നെ യൂസ്ഡ് ഇൻ ലാബിൽ യൂസ് ചെയ്യുന്നതാണ് മീതൈൽ ഓറഞ്ചും ബ്ലൂ ലിറ്റ്മസ് പേപ്പറും. ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ബേസസ് നാച്ചുറൽ ഒക്കറിങ് ടേമറിക്, റെഡ് ക്യാബേജ്, ബ്ലൂ ശംഖുപുഷ്പം, ബ്ലൂ ക്ലൈറ്റോറിയ അല്ലെങ്കിൽ ശംഖുപുഷ്പം. പിന്നെ യൂസ്ഡ് ഇൻ ലാബിൽ യൂസ് ചെയ്യുന്ന ബേസസിൻ്റെ ഇൻഡിക്കേറ്റേഴ്സാണ് ഫിനോഫ്താലിൻ, മീഥൈൽ ഓറഞ്ച്, റെഡ് ലിറ്റ്മസ് പേപ്പർ തുടങ്ങിയവ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ പാഠഭാഗത്തിൽ നോക്കാനായിട്ടുള്ളത്. ചാപ്റ്ററും അതുപോലെ അതിൽ ചെയ്ത ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 7ാം ക്ലാസ്സിലെ കൂടുതൽ വിഷയങ്ങളുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്